യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് നമുക്ക് പോവാം. വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കണ്ണടച്ച് കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ വരുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് കർത്താവേ? അവിടുത്തെ പുത്രന്റെ രക്തത്തിന്റെ യോഗ്യതയ്ക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെ ഞങ്ങൾ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും സാഷ്ടാംഗം അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു പൂജ്യമായിട്ട്, ഒരു സീറോവായിട്ട് കർത്താവേ ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ, സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ, കളവില്ലാതെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ആ പളങ്ങുന്ന നദി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് കർത്താവേ, ഞങ്ങൾക്ക് കർത്താവേ ആ വചനം അത് ഏറ്റവും സുഗ്രാഹ്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ ആ ക്രൂശീകരണത്തിന്റെ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഞങ്ങള് ധ്യാനിക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാക്കി, ഞങ്ങള് ഇതുവരെ അറിഞ്ഞതിലും കർത്താവെ ഇനിയും വിലപ്പെട്ടതാക്കി അവിടുത്തെ ആ ക്രൂശീകരണ യാഗം കർത്താവെ ഞങ്ങൾക്കത് ഹൃദ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ സ്നേഹിച്ച് ആ ചങ്കില ചോര തന്ന് സ്നേഹിച്ച് ആ സ്നേഹത്തെ അധികമായിട്ട് ആഴത്തിൽ അറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെ ഞങ്ങൾ സഹായിച്ചാട്ടെ. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മുഖത്തുപ്പെടുത്തിയാട്ടെ. കർത്താവെ നന്ദി, കർത്താവെ നന്ദി. എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് മാറ്റണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അവിടെ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മള് 2 ആഴ്ചയായിട്ട് കോൺഫറൻസും ബാംഗ്ലൂർ മീറ്റിങ്ങും ഒക്കെ കാരണം നമുക്ക് ഇതുപോലെ ഇവിടെ കോട്ടേജ് മീറ്റിംഗ് ആയിട്ട് കൂടി വരാൻ സാധിച്ചില്ല. എന്നാൽ 2 ആഴ്ചക്ക് മുമ്പ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. യേശുവിന്റെ ക്രൂശീകരണം, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ആഴത്തിലുള്ള ആ ഒരു കർത്താവിന്റെ സ്നേഹം ആണെന്നുള്ളൊരു കാര്യം നമ്മളത് ഇപ്പോ ഈ വചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ അറിയും തോറും, അന്നത്തെ ചരിത്രപരമായിട്ടുള്ള പല ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയും തോറും ആ ക്രൂശീകരണ യാഗത്തിന്റെ ആഴം നമുക്ക് കൂടുതലായിട്ട് പരിശുദ്ധാത്മ നമുക്ക് ഗ്രഹിപ്പിച്ചു തരും. എന്നാൽ നിത്യതയിലും ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ വേദനയുടെ ആ ഒരു വേദന എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വേദനയുണ്ട്. പിന്നെ കർത്താവ് ക്രൂശിൽ പിതാവിനാൽ കൈവിടപ്പെടുമ്പോൾ 3 നാഴിക നേരം അവിടെ എല്ലാം ഇരുട്ടി വ്യാപരിച്ചപ്പോ പിതാവിനാൽ കൈവിടപ്പെട്ട വേദനയാണ് ഏറ്റവും പാരമ്യമായിട്ടുള്ള ഒരു വലിയ യാഗം എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശില് ആ നിത്യ നരകാഗ്നി സഹിച്ചു. എനിക്ക് വേണ്ടി ഞാൻ ആ നരകാഗ്നിയില് നിത്യതയോളം എന്തിരിയേണ്ടവനായിരുന്നു എന്ന കർത്താവ് എന്നെ സ്നേഹിച്ച് സ്വർഗം വിട്ട് ഇറങ്ങിയല്ലോ എന്ന് നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ യാഹേ നീ എൻ ദൈവം വാഴ്ത്തു. എനിക്കൊന്ന് വേറൊരു ഇസ്രായേലിൻ രക്ഷാനായകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുമ്പോൾ അവൻ എന്നെ സ്നേഹിച്ച് സ്വർഗം വിട്ട് ഇറങ്ങിയല്ലോ. കർത്താവ് നമ്മളോടുള്ള ആ സ്നേഹം കൊണ്ട് കർത്താവിന് അവിടെ സ്വർഗത്തിൽ ഇരിക്കപ്പെടുകയില്ലായിരുന്നു. കർത്താവ് ആ സ്വർഗം വിട്ട് ഇറങ്ങി എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ആ ഒരു രക്ഷാനായകൻ. ആ കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിന് പകരം കൊടുക്കാൻ എന്തുണ്ട്? നമ്മെ തന്നെ സമ്പൂർണമായിട്ടും കൊടുത്താലും തീരാത്തത്ര വലിയൊരു കടവാണ് കർത്താവിന്റെ സ്നേഹം നമുക്ക് ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. കർത്താവ് എത്ര അധികം എന്നെ സ്നേഹിക്കുന്നു. ആ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇന്നുണ്ട്. ആ ഒരു ക്രൂശിലെ യാഗം, ആ ക്രൂശിലെ യാഗത്തിന്റെ പകരമായിട്ട് നമ്മെ തന്നെ സമ്പൂർണമായിട്ടും നമ്മളുടെ 24 മണിക്കൂറും, നമ്മളുടെ 7 ദിവസവും, നമ്മളുടെ 365 ദിവസങ്ങളും എല്ലാം കർത്താവിന് സമ്പൂർണമായിട്ടും കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിച്ചാലും കർത്താവിന്റെ ആ സ്നേഹത്തിന് ആഴത്തിന് അതൊന്നും പകരമാവുകയില്ല. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോർജ് വേറെ ഹീറോ മൈ സൺസ്, മക്കളെ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാക്ബേറിന്റെ ആ ഒരു യുവാക്കൾക്ക് വേണ്ടിയുള്ള ഹീറോ മൈ സൺസ് എന്നുള്ള ആ ഒരു പുസ്തകത്തില് സാക്ബേർ മൊറേവിയയിലുള്ള ഒരു മിഷണറി സംഘത്തിന്റെ അവരുടെ ഒരു ആപ്തവാക്യമായിട്ട് അവര് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അർക്കപ്പെട്ട കുഞ്ഞാടിന് ഒരു പരിപൂർണ പ്രതിഫലമാകണം നമ്മളുടെ ജീവിതം. അർക്കപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവ് എനിക്ക് വേണ്ടി അർക്കപ്പെട്ടു. അപ്പൊ അതിനുവേണ്ടി ആ കർത്താവ് അർക്കപ്പെട്ടതിന്റെ ഒരു പരിപൂർണ, അർക്കപ്പെട്ട കുഞ്ഞാടിന് ഉള്ള ഒരു പ്രതിഫലമായിട്ട് എന്റെ ജീവിതമായി തീരണം എന്നുള്ള ഒരു കാര്യമായിരുന്നു അന്ന് മൊറേവിയയിലുള്ള മിഷണറിമാരുടെ ആപ്തവാക്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മളുടെ ജീവിതത്തിലും യേശു കർത്താവ് അർക്കപ്പെട്ടു, യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവിന്റെ അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് നമ്മളുടെ യുവാക്കളോട് അവിടെ സംസാരിക്കുമ്പോഴും സുവിശേഷത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ
അവര് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് എടുത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അവിടെ പാപയാഗത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിലെ ഹനനയാഗത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തില് അവിടെ പാപയാഗത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പലതരത്തിലുള്ള യാഗത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ബേൺഡ് ഓഫറിംഗ് 1-ാം അധ്യായത്തില്, ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തില് ഹനനയാഗത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ഹനനയാഗമാണ് അതിന്റെ ഒരു സിംബോളിസമാണ് നമ്മൾ റോമർ 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ നമ്മളതിന് അത് ഹനനയാഗം എന്ന് പറയുന്നത് ഹോമയാഗം അല്ലെങ്കിൽ ഹനനയാഗം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൽ കാണുന്ന, ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്ന അത് നമ്മള് ദൈവത്തോടുള്ള ഒരു വർഷിപ്പായിട്ട്, താങ്ക്സ് ഗിവിംഗ് ആയിട്ട്, ദൈവത്തോടുള്ള ഒരു ആരാധനയായിട്ട്, നന്ദിയായിട്ട് നമ്മെ തന്നെ കൊടുക്കുന്നതിന്റെ ഒരു പ്രതീകമാണ്. ഹനനയാഗമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തില് അന്ന് കാളയും ആടിനെയൊക്കെ അവര് ഹനനയാഗമായിട്ട് കൊടുത്തെങ്കിൽ ഇന്ന് നമ്മെ തന്നെയാണ് ജീവനുള്ള യാഗമായിട്ട് കൊടുക്കേണ്ടതെന്ന് നമ്മൾ റോമർ 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ജീവനുള്ള യാഗമായിട്ട് എന്ന് പറയുമ്പോൾ അത് ഹനനയാഗത്തിന്റെ, ഹോമയാഗത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് യേശു കർത്താവ് ക്രൂശില് എന്ത് യാഗമായി തീർന്നെന്ന് ചോദിച്ചാൽ പാപയാഗമായി തീർന്നേ. പാപയാഗം അത് നമ്മള് ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ ആ പാപയാഗത്തെ കുറിച്ച് വായിക്കുന്നത്, ലോ ഓഫ് സിൻ ഓഫറിംഗ്. ആ പാപയാഗത്തില് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ പാപയാഗത്തില് അറുക്കപ്പെടുന്ന ആ മൃഗത്തിന്റെ രക്തം സമ്പൂർണമായിട്ടും ചൊരിയപ്പെടണം. അതാണ് നമ്മളവിടെ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ, ഞാൻ പറയുന്ന അവിടെ വരെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇപ്പം അതിന്റെ 3-ാമത്തെ വാക്യത്തില് എ ബുൾ വിത്തൗട്ട് ഡിഫക്റ്റ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൻ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷ രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഒരു ഹോമയാഗ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അപ്പൊ ആ രക്തം മുഴുവനും ഒഴിച്ചു കളയണം. നമുക്ക് വേണ്ടി അന്ന് പഴയ നിയമത്തിലാണെങ്കിൽ അവര് ഒരു കാളക്കിടാവിനെ അർപ്പിക്കുമ്പോൾ ആ കാളക്കിടാവിനെ വെറുതെ അങ്ങ് അർപ്പിച്ചു, ഇത് പാപയാഗമെന്ന് പറഞ്ഞാൽ പോരാ, അതിനൊരു പ്രമാണമുണ്ട്. അതിന് രക്തം മുഴുവനും ഒഴുകി കളയണം. അതാ നമ്മളിവിടെ 7-ാമത്തെ വാക്യത്തിൽ അത് വായിച്ച്. ഈവൻ അതിന്റെ 12-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീറിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകന്മേൽ വെച്ച് തീയിട്ട് ചുട്ട് കളയണമെന്നാണ് വായിക്കുന്നത്. പാളയത്തിന് പുറത്താണ് അത് യാഗമായിട്ട് എരിഞ്ഞു തീരുന്ന ഒരു കാര്യം. കർത്താവും പാളയത്തിന് പുറത്താണ് നമുക്ക് വേണ്ടി കാൽവരി കുരിശിലെ കർത്താവ് യെരുശലേമിന്റെ ചുവരുകൾക്കപ്പുറം കാൽവരി മലയിലാണ് കർത്താവ് നമുക്ക് വേണ്ടി നിന്ന് സഹിച്ച് കാൽവരി കുരിശിൽ മരിച്ചത്. അപ്പം പാളയത്തിന് പുറത്ത് നമുക്ക് വേണ്ടി നിന്ന് സഹിച്ച് മരിച്ചു എന്നൊക്കെ നമ്മളവിടെ എബ്രായർ 13-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അത് ആ പാളയത്തിന് പുറത്ത് എന്നുള്ള ഒരു കാര്യം കർത്താവിൽ എത്രമാത്രം ഇതെല്ലാം ആക്ഷരികമായിട്ട് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളൊക്കെ ആക്ഷരികമായിട്ട് നിവൃത്തിയായി എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ 21-ാമത്തെ വാക്യത്തിലും പാളയത്തിന് പുറത്ത്, പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ട് കളഞ്ഞതുപോലെ ഇതിനെയും ചുട്ട് കളയണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചിട്ട് പിന്നെ ഇവൻ അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, ലേവ്യ പുസ്തകം 4-ന്റെ 18 വായിക്കുവാണെങ്കിൽ, അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. ശേഷം രക്തം എന്ത് ചെയ്യണം? കുറച്ചൊക്കെ പോരാ, മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കുള്ള ഹോമയാഗ പീഠത്തിൽ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ആ രക്തം സമ്പൂർണമായിട്ടും ഒഴുക്കി കളയണം എന്നുള്ളൊരു കാര്യം. സമ്പൂർണമായിട്ടും രക്തം ഒഴുക്കപ്പെടണം, രക്തം ചൊരിയപ്പെടണം. രക്തച്ചൊരിച്ചിലില്ലാതെ പാപത്തിന് വിമോചനം ഇല്ലെന്നൊക്കെ നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ ലേവ്യ പുസ്തകം 4-ന്റെ 25 നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ പിന്നെയും പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 4-ന്റെ 25 പിന്നെ പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അപ്പൊ ആ കാളക്കിടാവിന്റെ രക്തം മുഴുവനും അവിടെ ചൊരിയപ്പെടണം. ആ കുഞ്ഞാടിന്റെ രക്തം മുഴുവനും അവിടെ കാളക്കിടാവ് അല്ലെങ്കിൽ കുഞ്ഞാട്, അതിന്റെ രക്തം മുഴുവനും ചൊരിയപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് പാപയാഗമായിട്ടായിത്തീരുന്നത്. അപ്പോ കർത്താവ് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ രക്തം മുഴുവനായിട്ട് ഒഴുക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോ കർത്താവ് എങ്ങനെയെങ്കിലും അങ്ങ് മരണം വരിച്ച് ആ ക്രൂശില് ആ നരകയാതന സഹിച്ചാൽ മതിയായിരുന്നു എന്ന് ചോദിച്ചാൽ രക്തം മുഴുവനും ഒഴുക്കപ്പെട്ട് വേണം കർത്താവ് മരിക്കാൻ. ഇപ്പൊ ഒരു വെടിവെച്ച് കൊല്ലുവാണെങ്കിലോ ആരെങ്കിലും കുത്തി കൊല്ലുവാണെങ്കിലോ കുറച്ച് രക്തം വേണമെന്ന് ഇറ്റിറ്റായിട്ട് ചൊരിയുമായിരിക്കും. പക്ഷെ രക്തം മുഴുവനായിട്ട് ഊറ്റപ്പെടണമെങ്കിൽ കർത്താവ് ക്രൂശിൽ മരിക്കണമെന്ന് മാത്രമല്ല,
അതുപോലെയുള്ള ആ ചാട്ടവാറടികളും ആ പുറം മൊത്തവും ചാട്ടവാറടി ഏറ്റപ്പം തന്നെ റോമൻ പടയാളികളുടെ ചാട്ടവാറടി എന്ന് പറയുമ്പോൾ ആ ആ ചാട്ടവാറിന്റെ അറ്റത്തുള്ള ആ എല്ലിൻ കഷ്ണങ്ങളും മെറ്റൽ കഷ്ണങ്ങളും എല്ലാം ഒരു ചൂണ്ട പോലെ ചെന്ന് മാംസത്തിന് മേലെ വന്ന് അത് പിടിച്ച് വലിച്ച് ആ മാംസം എല്ലാം ഇളകി അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വസ്ത്രം കർത്താവിന്റെ വസ്ത്രം മാറ്റി ധൂമ്രവസ്ത്രമൊക്കെ ധരിക്കാൻ കൊടുക്കുമ്പോൾ ഈ രക്തമെല്ലാം കട്ട പിടിച്ചിരിക്കുന്നതിന്റെ പുറത്തൂടെ വസ്ത്രം എല്ലാം പിടിച്ചു വലിച്ച് മാറ്റുമ്പോഴത്തേക്കും ആ മാംസവും കൂടെ ഒക്കെ ഇളകി വന്ന് അത്രമാത്രം രക്തപ്പുഴ മാതിരി രക്തക്കളവായി കാണും. അവിടെ എല്ലാം അത്രമാത്രം രക്തം ഒഴുക്കപ്പെട്ടു. കർത്താവിന്റെ തലമീതെ ആ ഒരു മുൾമുടി കർത്താവിനെ ധരിപ്പിച്ചപ്പോ അവിടെയുള്ള ക്രീനി നാസ്കാളിലുള്ള വെയിൻസും ആർട്ടറീസും കാപ്പിലറീസും എല്ലാം ഉള്ള രക്തം എല്ലാം അങ്ങ് ഒഴുകാൻ തുടങ്ങി. പിന്നെ അവര് ആ റീഡ് ഒരു കോല് മാതിരി കൊടുത്ത് അതെടുത്ത് തലമേൽ അടിക്കുന്നതൊക്കെ നമ്മൾ 10-27 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം തലമേലുള്ള രക്തം, പിന്നെ കൈയും കാലും എല്ലാം ആണിയടിക്കപ്പെട്ടപ്പോൾ ഉള്ള രക്തം, പിന്നെ അവസാനം കുറച്ച് രക്തം എവിടെ ഉണ്ടായിരുന്നു, ഹൃദയത്തിൽ നിന്ന് ആ രക്തം പമ്പ് ചെയ്യുന്നത്. അപ്പം കുറച്ച് രക്തം ഹൃദയത്തിലുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ ഇവിടെ യോഹന്നാൻ 19 അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ ബിലാബിൽ വന്ന് പടയാളി വന്ന് കുത്തുമ്പോൾ ആ അവസാനം ഉണ്ടായിരുന്ന രക്തവും വെള്ളവും കൂടെ അതും കൂടെ ഒഴുക്കപ്പെട്ടു. അപ്പൊ അത് കർത്താവ് സമ്പൂർണമായിട്ടും ആ അവസാന തുള്ളി രക്തവും എനിക്കായിട്ട് ചുരുങ്ങി എന്നൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല, മറിച്ച് ആക്ഷരികമായിട്ടും അത് അവസാന തുള്ളി രക്തവും കർത്താവ് എനിക്ക് വേണ്ടി ചൊരിഞ്ഞു. കർത്താവ് ഒരു പാപയാഗമായി തീരണമെങ്കിൽ, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പാപയാഗമായി തീരണമെങ്കിൽ കർത്താവിന്റെ ആ അവസാനത്തുള്ള രക്തവും അവിടെ ചൊരിയപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ കാൽവരി മലമേല് എനിക്ക് വേണ്ടി കർത്താവ് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാ ചെയ്തത്? എനിക്ക് വേണ്ടിയാ അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞതായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം അത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കായിട്ടാണ് യേശു കർത്താവ് അതുപോലുള്ളൊരു ഘോര പീഡനമുള്ള, അതുപോലൊരു ടോർച്ചറസ് ആയിട്ടുള്ള വലിയൊരു ഏറ്റവും ഭയാനകമായിട്ടുള്ള, ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു മരണം കർത്താവ് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് അത് സഹിച്ചെന്നുള്ളൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും അത് മാഞ്ഞു പോകരുത്. അത് എപ്പോഴും കർത്താവ് എത്രമാത്രം എന്നെ സ്നേഹിച്ചു എന്ന് അറിയുമ്പോഴാണ് കർത്താവിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. കർത്താവ് എന്നെ എത്രയധികം സ്നേഹിച്ചു എന്ന് അറിയുമ്പോഴാണ് എന്നെ തന്നെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനും. അപ്പോ പരിശുദ്ധാത്മാവ് എന്നിലൊന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് കർത്താവിന്റെ സ്നേഹം എന്നിൽ നിറയ്ക്കുന്നു എന്ന റോമർ 5-5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്ന 1 യോഹന്നാൻ 4-19 വാക്യത്തിൽ നമ്മൾ വായിച്ച. അപ്പം വി ലവ് ഹിം ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് us. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിച്ചു? ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ സ്നേഹിച്ചു, അമ്മയുടെ ദൂരത്തിൽ ഉരുവാതിന് മുമ്പ് സ്നേഹിച്ചു. എന്നാൽ കാൽവരി കുരിശിലാണ് കർത്താവ് സ്നേഹത്തിന്റെ ആ പാരമ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. പിതാവിന്റെ സ്നേഹം, ദൈവം തന്റെ സ്നേഹത്തെ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് നമ്മൾ റോമർ 5-8 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതില് പിതാവ് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മളവിടെ റോമർ 5-8 വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ ആ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു എന്നുള്ളത്, അതിന്റെ ആഴം, അവിടെ കർത്താവ് എത്രമാത്രം എനിക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളത്, അത് എന്തിനു വേണ്ടി? കർത്താവിന് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കർത്താവിന് അവിടെ സ്വർഗത്തില് ദൂതന്മാരുടെ ആരാധനയൊക്കെ സ്വീകരിച്ച് ദൈവമായിട്ട് അവിടെ ആയിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, എന്നെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, അത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്നും, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ എന്നെ രക്ഷിക്കാനായിട്ട് കർത്താവ് അത് സഹിച്ചു. അപ്പം അത്രയധികം എനിക്ക് വേണ്ടി സഹിച്ചെങ്കിൽ നമ്മള് സാഗ്വേറിന്ന് ആക്കിയിട്ടുള്ള ആ ഒരു പാരബിള് ഞാൻ ഇതിനുമ്പും പറഞ്ഞല്ലോ. അതായത് നമുക്ക് വേണ്ടി നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോ ഒരു വലിയൊരു ട്രക്ക് വരുന്നത് നമ്മൾ കാണാതെ അങ്ങ് റോഡ് ക്രോസ് ചെയ്യാൻ പോകായിരുന്നു. നമ്മളെ അവിടെ നിന്ന് മാറ്റി, റോഡിൽ നിന്ന് മാറ്റി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സുഹൃത്ത് പെട്ടെന്ന് നമ്മളെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ പുള്ളിയുടെ 2 കാലും ആ ട്രക്ക് വന്നങ്ങ് ചതഞ്ഞരഞ്ഞു പോയി. പുള്ളിയുടെ 2 കാലും എല്ലാം പോയി. നമുക്ക് വേണ്ടി, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ സുഹൃത്ത് തന്റെ 2 കാലും യാഗമാക്കി കളഞ്ഞെങ്കിൽ ആ സുഹൃത്തിനെ ചെന്ന് കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും അദ്ദേഹത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവുമായിരിക്കും? അതോ സുഹൃത്തെ, നിനക്ക് 2 കാല് പോയത് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അപ്പം ഇനി ഞാൻ നിന്റെ കാലായിരിക്കും, നിനക്ക് എങ്ങോട്ടോ എവിടെ പോകണമെന്ന് പറഞ്ഞാലും നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ആ ക്ഷണത്തില് എത്രയും പെട്ടെന്ന് ഓടി വന്ന്, എത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ഓടി വന്ന് നിനക്ക് എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാനായിട്ട്, നിനക്ക് ആ കാര്യങ്ങൾക്ക് പകരമായിട്ട് ഞാൻ
എന്റെ ജീവിതത്തിൽ ഞാൻ അവൈലബിൾ ആയിരിക്കുമെന്ന് നമ്മൾ ആ സുഹൃത്തിനോട് പറഞ്ഞ അതൊരു അതിശയോക്തിയല്ല. എന്ന് പറയും കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവനെ തന്നെ കളഞ്ഞു. അപ്പോ ആ കർത്താവിന് മുമ്പാകെ നമ്മള് ഞാന് കുറച്ച് ബൈബിൾ വായിച്ചോളാം, കുറച്ചൊന്ന് മീറ്റിംഗ് ഇങ്ങനെ എല്ലാവരും വിളിച്ച് കയറ്റുമ്പോൾ ഞാൻ മീറ്റിംഗ് ഒന്ന് കയറിക്കോളാം, അല്ലെങ്കിൽ ഞാന് കുറച്ച് കർത്താവിന് വേണ്ടി അത് ചെയ്തോളാം ഇത് ചെയ്തോളാം എന്നുള്ള ഒരു മിനിമം അജണ്ടയാണോ, അതോ മറിച്ച് കർത്താവേ എന്റെ മുഴു ജീവിതവും അങ്ങയ്ക്ക് വേണ്ടി ഉള്ളതാണ്, അങ്ങയ്ക്കായിട്ട് സമ്പൂർണ്ണമായിട്ടും ജീവിപ്പാൻ എന്റെ മഹത്വത്തിനായിട്ടല്ല, എന്റെ നാമം എന്റെ പേരിനായിട്ടല്ല, എന്നെ ആൾക്കാര് വിലമതിക്കാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടത്തിനായിട്ടല്ല, മറിച്ച് കർത്താവെ അവിടുത്തെ നാമം മോഹത്തപ്പെടേണ്ടതിനായിട്ട് എന്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണ്ണമായിട്ട് അവിടത്തേക്ക് തരുന്നു, അവിടുന്ന് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് നമ്മളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ താഴ്ത്തി ഒരു പൂജ്യമായിട്ട് ഒരു സീറോ ആയിട്ട് നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെ ഏൽപ്പിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാൽവരി കുരിശിലെ സ്നേഹത്തിന്റെ ഒരു അംശവും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ വെറുതെ എന്തൊക്കെയോ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തില് കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒന്നും അതിന്റെ അതിന്റെ ഒരു തരി പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിന്റെ വസ്തുത. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു അംശം അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും കർത്താവിന്റെ മുമ്പാകെ സമർപ്പിക്കാതിരിക്കില്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോകുമ്പം അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നമ്മൾ അവിടെ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അവസാന ശ്വാസം വലിച്ച് പിതാവിന് തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മളെല്ലാം നിവൃത്തിയായി എന്നുള്ള കർത്താവിന്റെ അവസാനത്തെ ആ ഒരു ക്രൂസിലെ 7 മൊഴികൾ നമ്മൾ വായിക്കുന്നു. 7 സെയിംസ് ഓൺ ദ ക്രോസ്. കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് 7 വചനങ്ങൾ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിലെ അവസാനത്തത് നിവൃത്തിയായി എന്നുള്ളതാണോ അതോ ഇനി ആത്മാവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണോ എന്ന് നമുക്കത് വ്യക്തമായിട്ട് സുവിശേഷങ്ങളിൽ അത് രണ്ടും അവസാനത്തെ ഇതായിട്ട് നമ്മൾ ലൂക്കോസിന്റെയും യോഹന്നാന്റെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവസാനത്തെ ആ ഒരു മൊഴികളായിട്ടാണ് നമ്മൾ എല്ലാം നിവൃത്തിയായി എന്നുള്ളൊരു കാര്യം കർത്താവ് പറയുന്നത്. നമ്മൾ മത്തായി 27 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മള് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയതായിട്ടുള്ള ആ ഒരു കാര്യം വരെ നമ്മൾ വായിച്ചു നിർത്തിയായിരുന്നു. അവിടെ മത്തായി 27 31 വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡീസിൽ നമ്മളത് വായിച്ചായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുമ്പോൾ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കിയുള്ള സുവിശേഷങ്ങളിലെ അതേ ഭാഗവും കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹോൾസം ആയിട്ടുള്ള ഒരു പിക്ചർ, കുറച്ചുകൂടെ ഒരു ആകത്തുക, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില സുവിശേഷങ്ങൾ പ്രതിപാദിക്കാതിരിക്കുന്ന കാര്യങ്ങൾ വേറെ ചില സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് 4 സുവിശേഷങ്ങൾ തന്നിട്ടുള്ളത് നമ്മൾ മടിയന്മാരാവാതിരിക്കാൻ വേണ്ടിയാണ്. സാങ്ക്വേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മളത് ബാക്കിയുള്ള സുവിശേഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ അതിന്റെ ഒരു വ്യക്തത കിട്ടാനായിട്ട് ദൈവത്തിന് വേണമെങ്കിൽ എല്ലാം ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലെ കാലാനുക്രമമായിട്ട് എല്ലാം ഒറ്റ ഇതില് അങ്ങനെ എഴുതിപ്പിക്കാമായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവത്തിന്റെ ജ്ഞാനത്തില് 4 പേരെ കൊണ്ട് എഴുതിപ്പിച്ചു. ഒന്നിനോട് കോൺട്രഡിക്ടറി അല്ല, എന്നാൽ കോംപ്ലിമെന്ററി ആണ്. ഒന്നിനോട് പരസ്പര പൂർവകങ്ങളായിട്ടാണ് 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ അവിടെ മത്തായി 27:32 മുതൽ വായിക്കുമ്പോൾ അവിടെ അവർ പോകുമ്പോൾ ശിമോൻ എന്ന പേരുള്ള കുറേനക്കാരനെ കണ്ടു. നമ്മളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് വായിക്കുന്നില്ല. അപ്പൊ കർത്താവ് തലേദിവസം രാത്രിയില് കർത്താവ് അവര് ആ ഗത്സമന തോട്ടത്തിൽ നിന്ന് അവർ പിടിച്ചു കെട്ടിക്കൊണ്ട് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആദ്യം അന്നാവിന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ കയ്യഫാന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ പിലാത്തോസിന്റെ അടുത്തേക്ക് പോകുന്നു. പിലാത്തോസ് പിന്നെ ഹെറോദാവിന്റെ അടുത്തേക്ക് അയക്കുന്നു. ഹെറോദാവിന്റെ അടുത്ത് നിന്ന് പിന്നെ പിലാത്തോസിന്റെ അടുത്തേക്ക് അയക്കുന്നു. പിലാത്തോസ് പിന്നെ റോമൻ പടയാളികൾക്ക് കൈമാറുന്നു. ഇപ്പൊ ഇത്രയും ഈ രാവകളില്ലാതെ ആ രാത്രി മുഴുവനും ഹന്നാവിന്റെയും കയ്യഫാന്റെ അടുക്കല്, പിന്നീട് പിലാത്തോസിന്റെ അടുക്കലും ഹെറോദാവിന്റെ അടുക്കലും ഒക്കെ ആയിരുന്നപ്പം കർത്താവിന് കുടിക്കാൻ വെള്ളം കൊടുത്തോന്നോ എന്തെങ്കിലും ആഹാരം കഴിച്ചോന്നൊന്നും ആരും ചോദിച്ചില്ല. കർത്താവിന് ഇരിക്കാൻ തന്നെ പറ്റുമോ നമുക്ക് അറിയത്തില്ല. കൈയും എല്ലാം കൈകാലും എല്ലാം ഉടലോടെ ചേർത്ത് ബന്ധിക്കപ്പെട്ടവനായിട്ടായിരിക്കും. അതുപോലെ അവരുടെ ആ ഒരു അവരുടെ ആ വാശി മസൂയൊക്കെ തീർക്കാനായിട്ട് മാക്സിമം ഉപദ്രവിക്കാനായിട്ട് കർത്താവിന് അങ്ങനെയൊക്കെ ആയിരിക്കും കർത്താവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടൊക്കെ പോയത്. അപ്പൊ ആ സമയത്ത് അത്രയും രക്തമൊക്കെ വാർന്നൊലിച്ചു കഴിയുമ്പോൾ പിന്നെ എത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിലും പിന്നെ ഒരു 50 കിലോ ഭാരമുള്ള ഒരു വലിയ മരക്കഷ്ണവും കൂടെ ചുമക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂ. അപ്പം പറ്റുമെങ്കിൽ അവര് കർത്താവിനെ കൊണ്ട് തന്നെ അവരെന്തായാലും ചുമപ്പിച്ചതന്നെ. പക്ഷെ കർത്താവിന് അത്രയും ചുമക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വേറൊരു മനുഷ്യനെ നിർബന്ധിച്ച്
ഒരുപക്ഷെ കുറച്ചൊരു തടിയും തണ്ടുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോഴത്തേക്കും, ഒരു കുറേനക്കാരനായ ഒരു സീമോനെ കണ്ടപ്പോഴത്തേക്കും അവന് കുറേന സൈറീൻ എന്ന് പറയുന്ന നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു സ്ഥലമാണ് അത്. ജെറുസലേമിൽ നിന്ന് ഒരു 1300 മൈലുകൾക്ക് അപ്പുറമുള്ള സ്ഥലത്ത് നിന്ന് അവന് അവിടെ വന്നതായിരുന്നു. അവന് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ സീമോൻ എന്നൊക്കെ നമ്മൾ മർക്കൂസിന്റെ സുവിശേഷത്തിൽ ആ കാര്യമായിട്ട് നമ്മൾ വായിച്ചായിരുന്നു. മർക്കൂസ് 15:21 അത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ റൂഫസിനെ വന്ദനം ചെയ്യുക എന്നൊക്കെ പിന്നീട് റോമർ 16:13 നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മക്കള് വിശ്വാസത്തിലേക്കൊക്കെ വന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ പേരൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കുറേനക്കാരനായ സീമോൻ അദ്ദേഹം ഇതുപോലെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആളെ ക്രൂശിന് ചുമത്തിക്കൊണ്ട് പോകുമ്പം ആ ക്രൂശ് എടുക്കണമെന്നും ആരും ഉടനെ അറിയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം. പക്ഷെ പുള്ളിക്കാരനെ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിച്ചത്. പക്ഷെ പിന്നീടായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിന് അത് കാര്യം മനസ്സിലായി. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞപ്പോ യഥാർത്ഥത്തെ അക്ഷരികമായിട്ട് ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിച്ച ഒരു മനുഷ്യനായി ഈ കുറേനക്കാരനായ സീമോൻ എന്ന് പറയുന്ന അദ്ദേഹം അക്ഷരികമായിട്ട് തന്നെ അദ്ദേഹം ക്രൂശ് എടുത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് വലിയൊരു വെളിച്ചമായിട്ട് യാഥാർത്ഥ്യമായി കാണണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരൊക്കെ സുവിശേഷകന്മാര് വീണ്ടും അത് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ക്രൂശ് എടുക്കാൻ തക്കവണ്ണം ആ ക്രൂശിന്റെ ആ ഒരു വെർട്ടിക്കൽ ബീം, അതിന്റെ ലംബമായിട്ടുള്ള വലിയൊരു തടി കഷ്ണം, അതൊരു 135ഓളം കിലോ ഉള്ള ആ വലിയ തടി കഷ്ണം, അത് എവിടാണോ ക്രൂശിക്കപ്പെടുന്നത്, ഇപ്പം കാൽവരിയിൽ അല്ലെങ്കിൽ ഗോൽഗോത്തയും കാൽവരിയും ഒരേ പേര് തന്നെ, ആ തലയോടിയുടെ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ആ മലമേല് അവരത് ക്രൂശിക്കപ്പെടുന്നിടത്തായിരിക്കും ഇത് സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരശ്ചീനമായിട്ടുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള ആ ഒരു തടി കഷ്ണത്തിനൊരു 75 മുതൽ 125 പൗണ്ട് വെയിറ്റ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 34 മുതൽ ഒരു 56 കിലോ വെയിറ്റ് ഉള്ള വലിയൊരു തടി കഷ്ണമാണ് ഈ ക്രൂശിക്കപ്പെടുന്ന ഈ ക്രിമിനല്, ഈ കുറ്റവാളി എടുത്തുകൊണ്ട് പോയി അവര് റോമൻ പടയാളികളുടെ ആ പ്രട്ടോറിയം, ഗവർണറിന്റെ ആസ്ഥാന സ്ഥലത്തു നിന്ന് എവിടാണോ ക്രൂശിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ആ കാൽവരിയിലോട്ടാണെങ്കിൽ അവിടെ അത്രയും, അതും പബ്ലിക് റോഡില് അതുപോലെ അതെല്ലാം എടുത്തുകൊണ്ട് പോയി വേണം ആ ക്രൂശിൽ കയറാൻ, ക്രൂശിൽ ഏറപ്പെടുവാൻ. എന്നാൽ കർത്താവിന് ആ ക്രൂശ് എടുക്കാൻ പോലുള്ള ഒരു 50 കിലോ ഭാരമുള്ള ഒരു വലിയ മരക്ക് തിരിച്ച് ഇത്രയും രക്തം വാർന്നൊലിച്ച ഒരു മനുഷ്യനെ പിന്നെ എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞത് സാധ്യമല്ലാത്ത കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് ഒരു മനുഷ്യനെ, അപ്പം കർത്താവ് എത്രമാത്രം എനിക്ക് വേണ്ടി ക്ഷീണിതനായി തീർന്നു. നമ്മള് ഇന്ന് ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ നമ്മള് കഴുകനെ പോലെ ചെറുകടിച്ച് പറന്നു ഉയരാൻ വേണ്ടി കർത്താവിന്റെ ആ ഒരു എക്സ്ചേഞ്ച് ഓൺ ദ ക്രോസ് നമ്മൾ കാണുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മുൻകൂട്ടി സഹിച്ചത് നമ്മള് ജീവന്റെ കിരീടം ചൂടാൻ വേണ്ടിയ കർത്താവ് എനിക്ക് വേണ്ടി മുൾക്കിരീടം സഹിച്ചെന്ന് പറയുന്നത് പോലെ കർത്താവ് വിവസ്ത്രനായത് എനിക്ക് രാജകീയ പുരോഹിത വസ്തുവും മണവാട്ടി വസ്ത്രവും സർവായുധ വർഗവും ഒക്കെ കിട്ടാനാന്ന് പറയുന്നത് പോലെ കർത്താവ് ക്ഷീണിച്ചു പോയി, കർത്താവിന് ദാഹിച്ചു, കർത്താവിന് വിശന്നു, കർത്താവ് ബലഹീനനായി പോയി. എന്ന് വെച്ചാൽ ഒരു തടി കഷ്ണം എടുത്തു പൊക്കാനുള്ള ഒരു ബലമൊന്നും കർത്താവിന് ഇല്ലാതെ ആയിപ്പോയി. കർത്താവ് ബലഹീനനായത് ഞാൻ ബലവാനായിട്ട് ക്ഷീണിച്ച് മടുത്തു പോകാതായിരിക്കാൻ വേണ്ടിയാ ഞാൻ കർത്താവ് ബലവാനായത്. ഇപ്പൊ ഇന്ന് ഞാൻ ആത്മാവില് ക്ഷീണിച്ച് മടുത്തു പോവുകയാണെങ്കിൽ കർത്താവ് ക്ഷീണിച്ചു പോയതിന് അതിനൊരു പ്രതിഫലമായിട്ട് ഞാൻ എന്റെ ജീവിതത്തെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കർത്താവ് നമുക്ക് ബന്ധിക്കപ്പെട്ടത് നമ്മളെല്ലാം പാപത്തിന്റെ ബന്ധനങ്ങളെല്ലാം വിടുവിക്കപ്പെട്ട് ഫ്രീ ആവാൻ വേണ്ടി കർത്താവ് എനിക്കായിട്ട് ബന്ധിക്കപ്പെട്ടെ. അപ്പൊ ഞാനിന്ന് പാപത്തിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ കർത്താവ് ബന്ധിക്കപ്പെട്ടതിന്റെ ഒരു പ്രതിഫലമായിട്ട് എന്റെ ജീവിതം ആയിത്തീരുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ മറ്റേ ആൾക്കാരെ ഭയന്ന്, ബാക്കി സാഹചര്യങ്ങളെ ഭയന്ന്, ഭാവിയെ ഭയന്ന് ആകുലപ്പെട്ട് കോപവും മോഹവും അസൂയയും മറ്റുള്ളവരെ വിധിക്കുന്നത് നികളും അങ്ങനെയൊക്കെയുള്ള പാപങ്ങളൊക്കെ എന്റെ ജീവിതത്തെ ബന്ധിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടതിന്റെ ഒരു പ്രതിഫലമായിട്ടായി തീരുവാൻ എനിക്ക് പറ്റുന്നില്ല. മൊറോവിയൻ മിഷണറിമാര് പറഞ്ഞതുപോലെ കർത്താവ് അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ പ്രതിഫലമായി തീരണം എന്റെ ജീവിതം. അപ്പം കർത്താവ് ബന്ധിക്കപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് എല്ലാ ബന്ധനങ്ങളും, പാപത്തിന്റെ ബന്ധനങ്ങള്, ലോകത്തിന്റെ ബന്ധനങ്ങള്, ജഡത്തിന്റെ പിശാചിന്റെ ബന്ധനങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു പോകണം. എന്നാലേ അവിടുന്ന് ബന്ധിക്കപ്പെട്ടതിന്റെ ഒരു പ്രതിഫലമാകുവാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കർത്താവ് ഒരു ക്രൂശ് എടുക്കുവാനുള്ള ഒരു ബലമില്ലാതെ ബലഹീനനായിട്ട് ക്ഷീണിച്ചു പോയെങ്കിൽ ഞാന് ക്ഷീണിച്ച് മടുത്തു പോകാതെ കഴുകനെ പോലെ കർത്താവിനെ കാത്തിരിക്കുന്നവര് കഴുകനെ പോലെ ചെറുകടിച്ച് പറന്നു വരുന്ന യെശയ്യാവ് 40:31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇന്ന് നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മൾ ശരിയാണ്, നമുക്ക് ശാരീരികമായിട്ടും മനസ്സുകൊണ്ടും ഒക്കെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഈ ഭൂമിയിലുള്ളവരെ കർത്താവും ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ക്ഷീണിച്ചതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആത്മാവില് ക്ഷീണിച്ച് മടുത്തു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ദൈവത്തിന് ഇഷ്ടം ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മളങ്ങ് നമ്മള് വിക്ടർ ആ ഒരു വേഴ്സ് നമ്മള് യെശയ്യാവിന്റെ 50-ാം അധ്യായത്തിൽ നിന്ന് കോട്ട് ചെയ്തതുപോലെ യെശയ്യാവ് 50-ാം അധ്യായത്തില്
കർത്താവ് എന്ത് ചെയ്തില്ലെന്ന് നമ്മളിവിടെ വായിക്കുന്നത്. ക്രൂസിലേക്ക് പോകുമ്പോൾ കർത്താവ് അവിടെ എതിർത്ത് നിന്നില്ല. യെശയ്യാവ് 50 അധ്യായത്തിന്റെ അതിന്റെ 6-ാമത്തെ വാക്യത്തില്, യെശയ്യാവ് 50 അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില്, അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു, എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. അതായത് അവിടെ വിക്ടർ കഴിഞ്ഞ കോൺഫറൻസിൽ പറഞ്ഞതുപോലെ എന്താ പറഞ്ഞത്, എന്താ അവിടെ നമ്മൾ വായിക്കുന്നതിന്റെ 6-ാമത്തെ വാക്യത്തില് ആറാമത്തെ വാക്യമല്ല, അതിന്റെ 5-ാമത്തെ വാക്യാണ് ഉദ്ദേശിച്ചത്. 5-ാമത്തെ വാക്യത്തില് യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനും മറുത്തു നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല. മറുത്തു നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ നമ്മള് ഒരു സ്റ്റാൻഡ് എടുക്കണം, ഒരു നിലപാടെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് മിണ്ടാതിരിക്കണം, ഇങ്ങനെ നമ്മുടെ സ്വയത്തിന് മരിക്കണം, അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താ, ഞാനോ മറുത്തു നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത് അവിടെ. ഐ വാസ് നോട്ട് ഡിസൊബീഡിയന്റ് നോ ഡിഡ് ഐ ടേൺ ബാക്ക്. ഞാൻ മറുത്തു നിന്നില്ല, ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല, ഞാനങ്ങ് പിൻവാങ്ങി പോയതും ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മള് ആത്മാവിലും അടുക്കാത്തവരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പം, ദൈവത്തിന്റെ ഇഷ്ടം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തെ സമർപ്പിച്ച് കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനായിട്ട്, ഇപ്പം നമ്മൾ ഒരുപക്ഷെ നമ്മള് വല്ലാതെ ടയേർഡായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും, പക്ഷെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വളരെ ടയേർഡായിട്ടിരിക്കുന്ന സമയമായിരിക്കും, നമുക്ക് കുറച്ച് സമയം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രേരണ കർത്താവ് തരുമ്പം നമ്മൾ അവിടെ മറുത്തു നിന്നില്ല, പിന്നെന്താ പിൻവാങ്ങിയതുമില്ല എന്ന് നമ്മൾ പിന്തിരിഞ്ഞതുമില്ല. നമ്മളവിടെ യെശയ്യാവ് 50-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അത് ആത്മാവിലും അടുക്കാത്ത ഒരു കാര്യം. കർത്താവ് നമുക്ക് വേണ്ടി ക്ഷീണിച്ച് ബലഹീനനായി, കർത്താവ് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ 2 Corinthians 13-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ബലഹീനതയിലാണ് ക്രൂശിക്കപ്പെട്ടതെന്നുള്ള ഒരു കാര്യം. അത് അക്ഷരികമായിട്ടുള്ള ശാരീരിക ബലഹീനതയിലാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടതെന്നുള്ളൊരു വാസ്തവമാണെന്ന് നമ്മളിവിടെ ഈ ക്രൂശിലേക്ക് നമ്മൾ നോക്കും. നമ്മളിവിടെ കാണുന്ന 2 Corinthians 13-ന്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുക. 2 Corinthians 13-ന്റെ 4-ാമത്തെ വാക്യം, ബലഹീനതയാൽ അവന് ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു, ഞങ്ങളും അവന് ബലഹീനരെങ്കിലും അവനോടുകൂടി ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ബിക്കോസ് ഓഫ് വീക്ക്നെസ് ഹി വാസ് ക്രൂസിഫൈഡ്. കർത്താവിന് വേണമെങ്കിൽ ലഗിയോൻ സൈന്യത്തെയൊക്കെ വിളിച്ച് 12 ലഗിയോനിലധികം സൈന്യത്തെയൊക്കെ വിളിച്ച് ബലവാനായിട്ട് ക്രൂസിനെയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് കർത്താവിന് വരാമായിരുന്നു. എന്ന കർത്താവ് ആ ബലമൊന്നും ഉപയോഗിക്കാതെ ബലഹീനനായിട്ട്, അക്ഷരികമായിട്ട് തന്നെ ശാരീരികമായിട്ട് തന്നെ അത്രയും ബലഹീനനാക്കപ്പെടുവാനായിട്ട് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ആ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ട ഒരു കർത്താവ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മത്തായി 27 അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ 32-ാമത്തെ വാക്യത്തിൽ കുറേനക്കാരനെ കണ്ടു, അവന്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. സീമോൻ എന്ന പേരുള്ള ഒരു കുറേനക്കാരനെ കണ്ടതായിട്ടൊക്കെ നമ്മൾ അവിടെ 32-ാമത്തെ വാക്യത്തിൽ, തലയോടിടം എന്ന അർത്ഥമുള്ള ഗൊൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ തലയോടിടം ഉള്ള വാക്കാണ്. ഒരുപാട് ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഒത്തിരി തലയോടുകൾ തന്നെ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി, ഒരു സാധ്യതയുണ്ട്. പിന്നെ ആ മലയുടെ ആകൃതി തന്നെ ഒരു തലയോടിന്റെ ഒരു ഇതാണെന്ന്, ഒരു ആകൃതിയാണെന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിന്നെ അത് തലയോടെന്ന് പറയുമ്പോ എന്താ, ഒരു ഡേഞ്ചർ സിഗ്നലാ. നമ്മളെ എന്താണ് പറയുന്നത്, ഒരിടത്ത് തലയോട് കണ്ട് എല്ലുകൾ ഇങ്ങനെ കാണിക്കുന്ന ഡേഞ്ചർ, അവിടെ തുടരുത്. ഈ വൈദ്യുതി ട്രാൻസ്ഫോമറിന്റെ ഒക്കെ അടുത്ത് ഡേഞ്ചർ സിഗ്നലായിട്ട് തലയോട് എന്ന് പറഞ്ഞാല്, അതുപോലെ തലയോടെന്ന് പറഞ്ഞാൽ ആദ്യം ചെന്ന് തലയോടാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ല തലയോടെന്ന് പറഞ്ഞാൽ. അപ്പം എവിടെയെങ്കിലും തലയോട് കണ്ടെടുത്തു എന്ന് പറയുന്നത് പെട്ടെന്ന് പോലീസുകാർ വരുന്നു, അവിടെ എന്തൊക്കെയോ കൊലപാതകം നടന്നിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞതുപോലെ ഒരു ക്രൂരതയുടെയും വല്ലാത്ത ഒരു യാതനയുടെയും ദുഃഖത്തിന്റെയും ഒക്കെ ഒരു വല്ലാതൊരു പീഡനത്തിന്റെ ഒരു സിമ്പിൾ ആ തലയോടിടം. അപ്പൊ അങ്ങനെയുള്ളൊരു കുരിശിന്മേലാണ് ആ തലയോടിടം എന്നുള്ള അതിന്റെ എബ്രായ ഭാഷയിലുള്ള വാക്കാണ് ഗൊൽഗോഥ എന്നുള്ള വാക്ക്. അതിന്റെ ലത്തീൻ ഭാഷയിൽ അന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം അതിനാണ് കാൽവരി എന്നുള്ള വാക്ക്. അങ്ങനെ ആ കാൽവരി എന്നുള്ള വാക്ക് അത് പ്രചാരം നേടി. നമ്മുടെ ബൈബിളിലെ കാൽവരി എന്നുള്ള വാക്ക് പറയുന്നില്ലെങ്കിൽ പോലും KJV ബൈബിളില് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഇതേ പോർഷൻ 23-ാം അധ്യായത്തില് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് അവര് KJV ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ലത്തീൻ ഭാഷയിലുള്ള ഈ കാൽവരി എന്നുള്ള ആ ഒരു പദവും കൂടെ അവര് ലൂക്കോസ് 23-33 ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാൽവരി എന്നുള്ള ഒരു പദം പിന്നെ നമ്മുടെ പാട്ടുകളിലൊക്കെ വരാനിടയായത്. കാൽവരി എന്ന് പറയുന്നതും ഗൊൽഗോഥ എന്ന് പറയുന്നതും അത്
തലയോടിടം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. ഗ്രീക്കില് ക്രേനിയൻ എന്ന് പറഞ്ഞ വാക്കാ. നമ്മുടെ മെഡിക്കൽ ഭാഷയിലും ക്രേനിയൻ എന്ന നമ്മളെ ക്രേനിയൽ നെർവ്സ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ഈ ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിൽ നിന്നൊക്കെ മെഡിക്കൽ ടേംസ് പലതും വന്നിട്ടുള്ളത്. അപ്പൊ ആ ക്രേനിയൻ എന്നുള്ള വാക്ക് ഗ്രീക്കിലെ പദം. അപ്പൊ അങ്ങനെ ആ തലയോടിയിടം, അത് നമ്മള് മത്തായി 27:33 നമ്മളിവിടെ ഉള്ളത്. തലയോടിയിടം എന്ന അർത്ഥമുള്ള ഗൊൽഗോത്ത എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. കയ്പ് കലക്കിയ വീഞ്ഞ് കർത്താവ് കുടിക്കാൻ വിസമ്മതിക്കുന്നത് നമ്മളവിടെ കാണുന്നത് ആ ക്രൂശീകരണത്തിന്റെ തുടക്കത്തില്. എന്നാൽ ഒടുക്കം കർത്താവ് അത് കുടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ തുടക്കത്തില് നമ്മളത് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മളത് ചിന്തിച്ചായിരുന്നു. അവിടെ ഒരു അനസ്തറ്റിക് മാതിരി, ഒരു പെയിൻ കില്ലർ മാതിരി, വേദന സംഹാരി മാതിരി അവർ കൊടുക്കുന്ന, കുറച്ചൊന്ന് മയങ്ങി കുറച്ചൊന്ന് വേദനയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി അവര് കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ കർത്താവിന് അങ്ങനെ മയങ്ങി കിറങ്ങിയിരുന്ന കർത്താവിന് ക്രൂശിലെ 7 മൊഴികൾ കർത്താവിന് പറയേണ്ടതായിട്ടുണ്ട്. ആ ക്രൂശിലെ 7 മൊഴികള് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മള് ഒരുപക്ഷെ ഈ പാരമ്പര്യ സഭകളിലൊക്കെ ഈസ്റ്ററൊക്കെ അവര് ഹോളി വീക്കിലൊക്കെ അവര് ആ 7 മൊഴികളൊക്കെ ഓരോ ദിവസവും ഓരോ മൊഴികളൊക്കെ ആയിട്ട് ചിന്തിക്കുന്നവരുള്ളതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതില് ലൂക്കോസ് 23:34 ഒരു മൊഴിയുള്ളത്. അത് ആദ്യത്തെ മൊഴി, ഇവന് പിതാവ് ഇവർ ചെയ്തതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു കാര്യമാണ് കർത്താവിന്റെ ആ ഒരു ആദ്യത്തെ മൊഴിയായിട്ട് നമ്മൾ കാണുന്നത്. ലൂക്കോസ് 23:34 വാക്യത്തില് പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയായികയാൽ. അപ്പം കർത്താവ് ഈ കയ്പ് കലക്കിയ വീഞ്ഞൊക്കെ കുടിച്ച് മയക്കത്തില് ഒരു പാതി ഉറക്കത്തിലിരുന്നായിരുന്നെങ്കിൽ അതുപോലെ സോബറായിട്ട് സുബോധത്തോടെ അവരോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന കേട്ടിട്ട് ക്രൂസിൽ ഒരു വശത്തെ കള്ളൻ മാനസാന്തരപ്പെടുന്നതായിട്ട് ലൂക്കോസ് 23 നമ്മൾ കാണുന്നത്. പിന്നെ 19 ഇപ്പൊ നമ്മൾ ഇപ്പം വായിച്ച യോഹന്നാൻ 19:26-27 വാക്യങ്ങളിൽ അമ്മയോട് ഇതാ നിന്റെ മകനെന്നും മകനോട് ഇതാ നിന്റെ അമ്മയെന്നും പറയുന്ന ആ കാര്യങ്ങളാ ക്രൂസിലെ രണ്ടാമത്തെ മൊഴിയായിട്ട് രേഖപ്പെടുത്തുന്നത് യോഹന്നാൻ 19:26-27 വാക്യങ്ങളിൽ. പിന്നെ മൂന്നാമത്തെ മൊഴിയായിട്ട് രേഖപ്പെടുത്തുന്നത് ലൂക്കോസ് 23:43 ആ കള്ളനോട്, ഒരു വശത്തെ കള്ളനോട് നീ ഇന്ന് എന്റെ കൂടെ പർദീസയിൽ ഇരിക്കും എന്ന് പറയുന്ന മൊഴിയാ മൂന്നാമത്തെ മൊഴിയായിട്ട് രേഖപ്പെടുന്നത് ലൂക്കോസ് 23:43. പിന്നെ നാലാമത്തെ മൊഴി ആയിട്ട് അപ്പത്തേക്ക് ആ ആദ്യത്തെ 3 മണിക്കൂർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ മൊഴിയായിട്ട് ഇതേ ഇപ്പം നമ്മളിപ്പോ ഉള്ള മത്തായി 27:46 വാക്യത്തില് 9th hour 9 മണി നേരത്ത്, അതായത് കർത്താവ് ജീവൻ വെടിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് 3 മണി വരെയാ കർത്താവ് ക്രൂസിൽ കിടന്നത്. രാവിലെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ. അപ്പം അതാ മത്തായി 27:46 ഏലി ഏലി ലാമാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അത് നമ്മൾ അതിന്റെ 45 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ, അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ അവരുടെ 0 hour എന്ന് പറയുന്നത് അവർ രാവിലെ 6 AM മുതൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ 6 മണി എന്ന് പറയുമ്പോൾ 6 6 12, ഉച്ചയ്ക്ക് 12 മണി മുതൽ 9 മണി എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ട് ഉണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമാ സബക്താനി പിതാവിനെ കൈവിടപ്പെട്ടവനായിട്ട് ആ 3 നാഴി നേരം ഇരുട്ട് കർത്താവ് നരകാഗ്നിയിലായിരുന്നത് കൊണ്ട് കർത്താവിന്റെ ആ ഒരു ക്രൂസിലെ ആ ഒരു നാലാമത്തെ മൊഴിയായിട്ട് നമ്മളതാ കാണുന്ന പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട് ക്രൂശിലേഖനായിട്ട് എനിക്ക് വേണ്ടി നരകാഗ്നി സഹിച്ച എന്റെ പ്രാണപ്രിയനായ കർത്താവിന്റെ നാലാമത്തെ മൊഴി. പിന്നെ അഞ്ചാമത്തെ മൊഴിയായിട്ട് യോഹന്നാൻ 19 28 വാക്യമാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ യോഹന്നാൻ 19 28 വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു, ഐ എം തേഴ്സ്റ്റി. കർത്താവിന് അക്ഷരികമായിട്ട് ദാഹിച്ചു. പിന്നെ ആത്മീയമായിട്ട് പറയുമ്പോൾ കർത്താവിന്റെ മക്കൾക്കായിട്ട്, കർത്താവിന്റെ സഭയ്ക്കായിട്ട് ഒരു ദാഹവും കർത്താവിനുണ്ടായിരുന്നു. അതിനുവേണ്ടി കർത്താവ് അനേകരുടെ രക്ഷയ്ക്കായിട്ട് ദാഹിക്കുന്ന, അനേകരുടെ വീണ്ടെടുപ്പിനായിട്ടുള്ള ഒരു ദാഹം കർത്താവിനുണ്ടായിരുന്നു. ആത്മീയമായിട്ട് പറയുമ്പോൾ അക്ഷരികമായിട്ട് തന്നെ കർത്താവിന് രക്തമെല്ലാം വാർന്നൊലിച്ച് കർത്താവിന്റെ നാവ് അണ്ണാക്കിനോട് കുത്തിയിരിക്കുന്നു എന്നൊക്കെ നമ്മള് 22 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. 22 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ അവിടെ കർത്താവിന് അതുപോലെ നമുക്ക് അത്യധികമായിട്ടുള്ള ദാഹം വരുമ്പോൾ വായങ്ങ വരണ്ട ഉണങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ പറയൂല്ലേ. അപ്പൊ അതുപോലുള്ള ഒരു ദാഹം അത്ര നമുക്കൊന്നും ചിലപ്പോൾ മരിച്ചു പോകുന്ന തരത്തിലുള്ള ദാഹം എന്നൊക്കെ. മരുഭൂമിയിൽ കുറെ ദിവസങ്ങൾ നമ്മൾ വെള്ളമില്ലാതിരുന്ന നമുക്കറിയാം, കുറച്ചു നേരം തന്നെ വെള്ളമില്ലാതിരുന്ന നമുക്ക് ഉള്ള അവസ്ഥ. നമ്മളവിടെ 22 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തില്
എന്റെ ശക്തി ഊട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. മൈ ടങ് ക്ലീവ്സ് ടു മൈ ജോസ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെ വാ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ. കർത്താവ് എന്തിനു വേണ്ടി കർത്താവിന്റെ ദാഹം സഹിച്ച് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, എനിക്ക് നിത്യജീവന്റെ നദികള് എപ്പോഴും പാനം ചെയ്യാൻ വേണ്ടി, പരിശുദ്ധാത്മാവിന് ഞാൻ എപ്പോഴും പാനം ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയാ കർത്താവ് ക്രൂശിൽ ദാഹം സഹിച്ച് എന്നുള്ള കാര്യമാണ്. നീ എന്നെ മരണത്തിന്റെ കുടിയിൽ ഇട്ടുമിരിക്കുന്നു എന്നൊക്കെ നമ്മൾ അവിടെ ആ 22-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ ആ ക്രൂശിലെ ആ 5-ാമത്തെ മൊഴി എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് എനിക്ക് വേണ്ടി ദാഹിക്കുന്നു, ഐ എം തേഴ്സ്റ്റി എന്ന് പറഞ്ഞ ഒരു മൊഴിയാണ്. പിന്നെ 6-ാമത്തെ മൊഴിയായിട്ട് ഇത് ലൂക്കോസ് 23:46 പിതാവേ അവിടുത്തെ കരങ്ങളില് ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്നുള്ളൊരു വാക്യം. അത് സങ്കീർത്തനം 31-ന്റെ 5-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടുള്ള വാക്യമാണ്. അവിടെ പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അത് 6-ാമത്തെ മൊഴിയായിട്ടോ 7-ാമത്തെ മൊഴിയായിട്ടോ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യോഹന്നാൻ 19:30 എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നുണ്ട്. അതാ 7-ാമത്തെ മൊഴിയായിട്ട് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. കർത്താവ് അവസാനമായിട്ട് ക്രൂശിൽ പറഞ്ഞ് ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, എല്ലാം നിവൃത്തിയായി. അത് ഏതാ ആദ്യം പറഞ്ഞെന്ന് നമുക്ക് അറിയത്തില്ല. 2 സുവിശേഷങ്ങളിലും ഒരേ സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും 6-ാമത്തെ 7-ാമത്തെ മൊഴിയായിട്ട് നിവൃത്തിയായി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. നിവൃത്തിയായി എന്ന് പറയുമ്പോൾ എന്താ? ക്രൂസിലെ എല്ലാം നിവൃത്തിയായി. അത് ക്രൂസില് നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ളതെല്ലാം നിവൃത്തിയായി. ഒരു മനുഷ്യന് എന്തെല്ലാം രീതിയിൽ പരീക്ഷിക്കപ്പെടണോ ആ കാര്യങ്ങൾ എല്ലാത്തിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ നിവൃത്തിയായി. പിന്നെന്താ? സാത്താന്റെ തോൽവി നിവൃത്തിയായി. നമ്മളുടെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മള് റോമർ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അത് നിവൃത്തിയായി. അങ്ങനെ ക്രൂശിലെ പല പല കാര്യങ്ങൾ, വലിയ വലിയ ആത്മീയ സത്യങ്ങളെല്ലാം നിവൃത്തിയായി. അപ്പൊ അതെല്ലാം അതിന്റെ അത് കുടിച്ച ശേഷമാണ് കർത്താവ്. നമ്മൾ യോഹന്നാൻ 19 വരുവാണെങ്കിൽ യോഹന്നാൻ 19-ന്റെ 29-30 വാക്യം 30-ലാണ് നിവൃത്തിയായ കർത്താവ് പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് കർത്താവ് കുളിച്ച് വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് കുളിച്ച് വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു കുളിച്ച് വീഞ്ഞ് കുടിച്ച ശേഷം, അപ്പൊ അവസാനം കർത്താവ് കുടിക്കുന്നുണ്ട്. കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ക്രൂശിക്കപ്പെടുന്നതിന്റെ തുടക്കത്തില് കർത്താവ് അത് കുടിച്ചില്ല. അവസാനം കർത്താവ് അത് കുടിക്കുന്നുണ്ട്. അപ്പൊ അവസാനം അതും അവരെനിക്ക് കാടി കുടിക്കാൻ തന്നു എന്നൊക്കെയുള്ള ആ ഒരു സങ്കീർത്തനം 22-ാം സങ്കീർത്തനത്തിലൊക്കെയുള്ള അതിന്റെ എല്ലാം ഒരു നിവൃത്തിയായിട്ടാണ് നമ്മളവിടെ കർത്താവ് ആ ഒരു കാടിവെള്ളം, കയ്പുള്ള വീഞ്ഞൊക്കെ കുടിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. നമ്മള് തിരിച്ച് മത്തായിയുടെ സുവിശേഷം 27 നമ്മൾ പോവുകയാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 27 ആ കയ്പ് നിറഞ്ഞ വീഞ്ഞ്, അപ്പൊ ആ കയ്പ് നിറഞ്ഞ വീഞ്ഞ് കൊടുത്തപ്പോ ഇതുപോലെ ക്രൂശിലുള്ള 7 മൊഴികളൊക്കെ ഈ മൊഴി 7 ചൊല്ലാനായിട്ട് കർത്താവ് സുബോധത്തോടെ ആയിരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ ഇല്ലായിരുന്നു കർത്താവിന് ഇത് കുടിക്കാനായിട്ടൊരു ഫ്രീഡം ഇല്ലായിരുന്നു. അപ്പൊ അത്രയും വേദനയിൽ പൊളയുമ്പം പോലും സ്വന്തം ഇഷ്ടമൊന്നും ചെയ്യാതെ സ്വാഭാവികമായിട്ട് ദാഹിക്കുമ്പോ എന്തെങ്കിലും വെള്ളം കൊടുത്താൽ ഇനി പഴുക്കുള്ളതാണെങ്കിൽ മരിക്കാൻ പോവാണല്ലോ, ഒന്ന് കുടിച്ചേക്കാം എന്ന് വിചാരിക്കാതെ, പിതാവെ അവിടുത്തെ ഇഷ്ടം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയില്ല, ഇത് കുടിക്കണം എന്നുള്ളൊരു പ്രേരണയില്ല. അതുകൊണ്ട് കർത്താവ് കുടിച്ചില്ല. ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. അത്രയും വേദനയും യാതനയൊക്കെ സഹിക്കുന്ന സമയത്ത് പോലും സ്വന്തമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത ഒരു പുത്രനെ നമ്മളവിടെ കാണുന്നുണ്ട്. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ കർത്താവ് അനുസരണം പിടിച്ച് തികഞ്ഞവനായി തീർന്നു എന്നാ നമ്മള് എബ്രായർ 5:8 നമ്മൾ വായിക്കുന്നത്. ആ ഒരു കഷ്ടം എന്ന് പറയുമ്പോൾ പുറമേയുള്ള ഈ കഷ്ടങ്ങളുണ്ട്, എന്നാ ആ ഒരു ജഡത്തിന്റെ കഷ്ടം അതെല്ലാം അനുഭവിച്ച് സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പോൾ ഉള്ള ഒരു കഷ്ടമെല്ലാം അനുഭവിച്ച് ഇതുപോലുള്ള പല സഫറിങ്സിലൂടെ പല കഷ്ടങ്ങളിലൊക്കെ പിതാവ് വെച്ചിട്ടുള്ള കഷ്ടങ്ങളെല്ലാം അതൊന്നും മറുത്തു നിൽക്കാതെ പിൻവാങ്ങി പോവാതെ, അതാ നമ്മള് യെശയ്യാ 50:5 കണ്ടത്. മറുത്തു നിന്നില്ല, പിൻവാങ്ങി പോയില്ല. അതുപോലെ ദൈവത്തിന്റെ ഹിതം അതാണോ? ചില കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നായിരിക്കും ദൈവത്തിന്റെ ഇഷ്ടം. ചില കഷ്ടങ്ങളിൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് പിടിപ്പിക്കുന്ന ചില കഷ്ടങ്ങൾ കാണും ദൈവത്തിന്റെ ഒരു കരുണയില്.
എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അതിലൂടെ ഒരു സമയത്തേക്ക് കടന്നു പോകണമെന്നായിരിക്കും. ചിലപ്പം ചില സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പം ചില വ്യക്തിബന്ധങ്ങളിലുള്ള ചില ഉലച്ചിലുകളായിരിക്കും, ചിലപ്പോൾ ചില രോഗാവസ്ഥകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില ദൈവം നമുക്ക് മുൻനിയമിച്ചിട്ടുള്ള ചില കഷ്ടങ്ങളുണ്ട്. നമ്മളത് 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മോളി സിസ്റ്റർ മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും അത് സഭയിൽ വായിച്ച് ടെസ്റ്റിമണി പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നാം ഇങ്ങനെ വായിക്കുന്നത്, കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ലോകത്തിലുള്ള എല്ലാ കഷ്ടങ്ങളും നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം നിയമിച്ചിട്ടില്ല, നമുക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മള് ചില കഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ ദൈവം നിയമിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ 3-ാമത്തെ വാക്യത്തില്, you yourselves know that we have been destined for this, that no one would be disturbed by these afflictions. ഈ afflictions, ചില കഷ്ടങ്ങൾ ദൈവം നമുക്ക് നിയമിച്ചിരിക്കുന്നതായിട്ടുള്ള ചില കഷ്ടങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ സിലബസ് അല്ല. മറ്റേക്കാ കഷ്ടമില്ലല്ലോ, എനിക്ക് എന്താ ദൈവം ഈ കഷ്ടം തന്നെയെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ സ്പെഷ്യൽ ട്യൂഷനാണ് നൽകുന്നത്. ഓരോരുത്തർക്കും ചിലപ്പം സമർത്ഥനായ ചില വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടീച്ചർ ഇടുന്നത്. ഉഴപ്പന്മാർക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതെങ്കിലും അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എന്ന് പറയുന്നത് പോലെ ഓരോരുത്തർക്കും താങ്ങുന്നത്. നമുക്ക് കഴിഞ്ഞ കൂടുതലൊന്നും കർത്താവ് അനുവദിക്കുന്നില്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തില്. എന്നാൽ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെതായ ഒരു മുൻനിർണയ പ്രകാരം ദൈവം നമുക്ക് കഷ്ടം നമുക്ക് നിയമിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മളവിടെ 1 തെസ്സലോനിക്കർ 3-ന്റെ വായിക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചില കാര്യത്തിൽ നമുക്ക് ദൈവത്തിന്റെ കർത്താവ് ഇത് അവിടുത്തെ ഇഷ്ടമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കർത്താവ് ഇത് പറ്റുമെങ്കിൽ നീങ്ങി പോകണമെന്ന് നമുക്ക് കർത്താവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിലും കർത്താവ് അവിടുത്തെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ചില കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പം അവിടെ ആ സമയത്തും പിതാവിന് ഇഷ്ടം ചെയ്യാന്നൊക്കെ വേണം. കർത്താവ് അവിടുത്തെ ഇഷ്ടം എനിക്ക് ചെയ്താൽ മതി. ശരിയാണ്, ഇപ്പൊ അത് വല്ലാത്ത കഷ്ടമാണ്, ചില ശോധനകളിലൂടെ ചില ശിക്ഷണത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നത് ആ സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പിന്നീട് അത് സമാധാനത്തിന്റെ നീതിഫലം അത് ഉളവാക്കുന്നു എന്നൊക്കെ നമ്മൾ എബ്രായർ 12-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ചില വിശുദ്ധിയുടെ, ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചോട്ടെ. എബ്രായർ 12-ാം അധ്യായത്തിന്റെ നമ്മൾ കർത്താവിന്റെ വിശുദ്ധിയിൽ പങ്കാളികളാകേണ്ടതിനായിട്ട് ദൈവം ചില ശിക്ഷണത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നതെന്ന് നമ്മളവിടെ വായിക്കുന്നത്. 12-ന്റെ 11-ാമത്തെ വാക്യം, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിന് അഭ്യാസം വന്നവർക്ക്, അതിനാല് ജിംനാസ്റ്റും അതിനാല് ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക്, ജിംനേഷ്യത്തിൽ പോയി മസിൽസ് റെസിസ്റ്റൻസിനെ എഗൻസ്റ്റ് ട്രെയിൻ ചെയ്യുന്നത് പോലെ, അതാ അഭ്യാസം എന്നുള്ള വാക്ക് ജിംനാസോ എന്നുള്ളൊരു വാക്ക്, ഗുംനാസോ എന്നുള്ളൊരു വാക്ക്, അതിൽ നിന്ന് ജിംനേഷ്യം എന്നുള്ള വാക്കൊക്കെ വന്നേക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു എക്സസൈസ് ചെയ്ത് അഭ്യാസം വന്നവർക്ക്, അതായത് ഓരോ എതിർപ്പുകൾ വരുമ്പോഴും കർത്താവ് ഞാൻ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി എന്ന് പറഞ്ഞാൽ റൈച്ചസ്നെസ്, അത് കർത്താവിന്റെ സ്വഭാവം തന്നെയാണ് നീതി. അത് സമാധാനം നിറഞ്ഞൊരു ഫലമാണ്. അത് നമ്മൾ ഈ ശിക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ വരുന്നൊരു ഫ്രൂട്ടാണ്. അത് സമാധാനം നിറഞ്ഞ പീസ്ഫുൾ ഓർ പീസിബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഫ്രൂട്ടായിട്ടുള്ള ഈ നീതി, അത് എങ്ങനെയുള്ള നീതിയാ? സമാധാനവും സന്തോഷമുള്ള നീതിയാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമാധാനമുള്ള നീതിയാണ് ദൈവരാജ്യം എന്നൊക്കെ നമ്മള് റോമർ 14-ന്റെ 17 വായിക്കുന്നുണ്ട്. നമ്മൾ ശിക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചില കഷ്ടത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ശരിയാണ്, ആ സമയത്ത് ദുഃഖമാണ്, വേദനയാണ്. പക്ഷെ എങ്കിലും അത് എന്നെ കൂടുതൽ നീതി എന്ന സമാധാന ഫലം ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് അത് സഹായിക്കുക. അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട് 10-ാമത്തെ വാക്യത്തില്, എബ്രായർ 12-ന്റെ 10-ാമത്തെ വാക്യത്തിൽ, അവർ ശിക്ഷിച്ചിട്ട് കുറെ കാലവും നിങ്ങൾക്ക് അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ, അതായത് ലോകത്തിലുള്ള പിതാക്കന്മാര് തങ്ങൾക്ക് ബോധിച്ച പോലെ കുറെ കാലം ശിക്ഷിക്കുന്നു. എന്നാൽ പിതാവായ ദൈവം, ആത്മാക്കളുടെ പിതാവായ ദൈവം എങ്ങനെയാ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മളുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നതാണ്. കർത്താവിന്റെ വിശുദ്ധിയിലേക്ക്, കർത്താവിന്റെ ആ ഒരു നിസ്വാർത്ഥതയിലേക്കും താഴ്മയിലേക്കും വിശുദ്ധിയിലേക്കും ഒക്കെ ഞാൻ വരേണ്ടതിനായിട്ട് കർത്താവ് ചില ശിക്ഷണങ്ങള് എന്റെ ജീവിതത്തിൽ, ചില കഷ്ടങ്ങള് അനുവദിക്കുമ്പോൾ, ചില രോഗാവസ്ഥകളായിരിക്കും, ചില സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കാം, ചിലപ്പം ചില വ്യക്തികളിൽ നിന്നുള്ള ചില പ്രയാസങ്ങളായിരിക്കും, ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ ഉള്ള ചില പ്രയാസങ്ങളായിരിക്കും. അതെല്ലാം കർത്താവ് എന്നെ കൂടുതൽ കർത്താവ് വിശുദ്ധനാക്കാൻ വേണ്ടി, കർത്താവിന്റെ ആ നീതി എന്ന സമാധാന ഫലം
കൊയ്യാൻ വേണ്ടി, അത് ലഭിക്കാൻ വേണ്ടി കർത്താവിനെ അതിനകത്ത് ഞാൻ അഭ്യാസം വന്ന് ഈ ശോധനയിലൂടെ, ഈ ശിക്ഷണത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്കൊരു അഭ്യാസം വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ട്രെയിൻഡ് ആവേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം ക്രൂസ് എടുത്ത്, എങ്ങനെ അഭ്യാസം വരുന്നത്, ക്രൂസ് എടുത്ത് ഒരു സമയത്ത് കർത്താവേ എന്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ, യേശു അങ്ങനെ അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഞാനത് എന്തീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് ആ കയ്പ് കലക്കിയ വീഞ്ഞ് കുടിച്ചില്ല എന്നുള്ള കാര്യം ഈ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ എന്താ, അവിടെ പിതാവ് ഇഷ്ടം ചെയ്യുവാനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അത്രമാത്രം ദാഹിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് വേദന, ഒരു പെയിൻ കില്ലർ കഴിക്കാന് കർത്താവിന് പറ്റത്തില്ലായിരുന്നു. പക്ഷെ അത് പിതാവിന്റെ ഒരു പ്രേരണ ഇല്ലായിരുന്നു. അവിടെയും പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു യേശുവിന്റെ ആ ഒരു അനുസരണത്തിന്റെ പൂർണ്ണത നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അതാ ഞാൻ തിരിച്ച് മത്തായി 27 വരുമ്പോൾ, മത്തായി 27:34 അവന് കയ്പ് കലക്കി വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയപ്പോൾ അവന് കുടിക്കുവാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചിട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു. അതൊക്കെ നമ്മൾ യോഹന്നാൻ 19 നമ്മളത് കണ്ടായിരുന്നു. 22 സങ്കീർത്തനത്തിൽ നിന്നുള്ള കൊട്ടേഷനായിട്ട് നമ്മളത് കണ്ടു. വസ്ത്രം ചീട്ടിട്ടു എന്ന അവരാ അങ്കി, വസ്ത്രം പകുത്തു, അങ്കി ചീട്ടിട്ടു, വസ്ത്രം പകുത്തെടുത്തു എന്നുള്ള കാര്യമൊക്കെ, വസ്ത്രം ചീട്ടിട്ടെടുത്ത കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇങ്ങനെ അതായത് ഔട്ടർ ഗാർമെന്റ് അവര് 4 പങ്കാക്കി, ഇന്ന ഒരു ട്യൂണിക് കർത്താവിന്റെ അത് സീംലെസ് ആയതുകൊണ്ട്, ഒറ്റ തുന്നലിലുള്ളതായതുകൊണ്ട് അവർ ചീട്ടിട്ടിട്ട് ആർക്ക് കിട്ടും എന്നുള്ള കാര്യം നോക്കിയ കാര്യമൊക്കെ നമ്മളവിടെ യോഹന്നാൻ 19 നമ്മളത് കണ്ടു. അത് സങ്കീർത്തനം 22 എന്നുള്ള കൊട്ടേഷനായിട്ടൊക്കെ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കണ്ടായിരുന്നല്ലോ. അത് നമ്മളവിടെ അതിന്റെ 35 വാക്യം, അത് സങ്കീർത്തനം 22 18 വാക്യത്തില് കർത്താവിന്റെ വസ്ത്രം ചീട്ടിട്ടതായിട്ട്, അത് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് സങ്കീർത്തനത്തിൽ പ്രവചിച്ച കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അത് ഇത് 36 വാക്യം, അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. ദേ ബിഗാൻ ടു കീപ് വാച്ച് ഓവർ. ഈ റോമൻ പടയാളികള് അവിടെ തന്നെ ഇരുന്നു. ഇനിയിപ്പം എങ്ങനെങ്കിലും ആരെങ്കിലും ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി അവിടെ തന്നെ വാച്ച് ഓവർ ചെയ്യാൻ വേണ്ടി അങ്ങ് ഇരിക്കുക. അതാ നമ്മള് മത്തായി 27:36 വാക്യത്തിൽ, സിറ്റിംഗ് ഡൗൺ ദേ ബിഗാൻ ടു കീപ് വാച്ച് ഓവർ ഹിം ദേ. 37 വാക്യത്തിൽ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തു ഇടതുമായി 2 കള്ളന്മാരെയും അവനോടുകൂടി ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. അപ്പൊ തലകുലുക്കിയൊക്കെ അങ്ങനെ എല്ലാവരും നമ്മളെ ദുഷിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഹൃദയത്തിലൊരു അസ്വസ്ഥതയോ ഒരു നീരസമോ, ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ ഇവരെന്ത് ചെയ്യുന്നേ എന്നുള്ളൊരു ചിന്ത കർത്താവിന് വന്നായിരുന്നെങ്കിൽ അത് പാപമായി പോകുമായിരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പാപമില്ലാത്ത യാഗമായിട്ട് തീരത്തില്ലായിരുന്നു. എന്നാൽ കർത്താവിന് അങ്ങനെ ആൾക്കാരെ കളിയാക്കി ചിരിച്ച്, തലകുലുക്കി ചിരിച്ച്, അംഗം കാണിച്ച് ഓരോ ചിതവാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് പോലും കർത്താവിന് ഒരു മരിച്ചവനായിട്ട്, സ്വയത്തിന് മരിച്ചവനായിട്ട് കർത്താവിനെ അതൊന്നും ബാധിച്ചില്ല. കർത്താവ് അവരോട് ആ സമയത്ത് കർത്താവ് അവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് എത്രമാത്രം ഒരു ആഴത്തിലുള്ള ഒരു ആ ഒരു സ്നേഹത്താൽ നിറയപ്പെട്ടവൻ. നമ്മെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ടാണ് വന്നത്. നമ്മെപ്പോലുള്ള പരീക്ഷണങ്ങൾ കർത്താവിനും ഉണ്ടെന്ന് കർത്താവ് അവരോടൊന്നും ദേഷിക്കാനോ കോപിക്കാനോ അങ്ങനെ ഒരു ചിന്തയോ മനോഭാവോ പോലും കർത്താവിനില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നത്. അപ്പൊ തലകുലുക്കി അവനെ ദുഷിച്ചു. 39 വാക്യം, മത്തായി 27:40 വാക്യം, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രൻ നിങ്ങൾക്ക് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. അപ്പം റോമൻ പടയാളികൾ മാത്രമല്ല, ആരൊക്കെ കൂടെ ഉണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. അവർ വലിയ വചനത്തിൽ അഗ്രഗണ്യന്മാരാ ശാസ്ത്രിമാര്, പിന്നെ മൂപ്പന്മാരുണ്ട്. അവരെല്ലാം കർത്താവിനെ പരിഹസിക്കുക. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അത് കഴിഞ്ഞിട്ട് അവരൊരു വചനവും കൂടെ, പഴയ നിയമത്തിൽ ഒരു വചനം കൂടെ അങ്ങ് കോട്ട് ചെയ്യുക. അപ്പം വചനമൊക്കെ കോട്ട് ചെയ്ത്, നമ്മൾ വരിക്കും വചനം കോട്ട് ചെയ്യുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവായിരിക്കും വചനം കോട്ട് ചെയ്യുന്നത്. ഇവര് പിശാചിനായിട്ട് വചനം കോട്ട് ചെയ്ത് കർത്താവിനെ കളിയാക്കാൻ വേണ്ടിയും വചനം കോട്ട് ചെയ്യുക. എന്താ നമ്മൾ വായിക്കുന്നത് 43 വാക്യം, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്നുള്ളൊരു കൊട്ടേഷനാണ്. നമ്മൾ സങ്കീർത്തനം 22:8 വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ക്രൂശിന്റെ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു കൊട്ടേഷൻ അവരുടെ വായിൽ വന്നു എന്നുള്ളതാണ് അതിന്റെ വലിയൊരു വിരോധാഭാസം. അവർ വലിയ ശാസ്ത്രിമാരാണ്, അപ്പൊ അവർ വചനം കൂട്ടുകയാണ്. പക്ഷെ ഇത് ക്രൂശിന്റെ സങ്കീർത്തനമാണെന്ന് അവരറിയാതെ അവര് വലിയ ജ്ഞാനികളായിട്ട് കൂട്ട് ചെയ്യുവാണ്. പക്ഷെ അവര് എത്ര വലിയൊരു പാപമോ ചെയ്യുന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മള് വചനം കൂട്ടി ചെയ്യുമ്പോൾ പോലും
അത് എല്ലായ്പ്പോഴും ഇപ്പം ചിലര് ആൾക്കാരെ ഒന്ന് ഇരുത്താൻ വേണ്ടി വചനം കൂട്ടിയുന്നവരുണ്ട്, ചിലര് ആൾക്കാരെ കളിയാക്കാൻ വേണ്ടി വചനം സ്ഥാനത്ത് കൂട്ടിയുന്നവരുണ്ട്. പിശാചും വചനം കൂട്ടിയുന്ന കാര്യമൊക്കെ, യേശുവിനോട് പോലും പിശാച് വചനം കൂട്ടിയ കാര്യമൊക്കെ നമ്മൾ മത്തായി 4-ലും ലൂക്കോസ് 4-ലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇവിടെ സങ്കീർത്തനം 22-ന്റെ 8-ാമത്തെ വാക്യത്തിലെ യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ആ ഒരു വചനമാണ് ഇവര് കോട്ട് ചെയ്തുകൊണ്ട് യഹോവയിൽ പ്രസാദം ഉണ്ടെങ്കിൽ അവനെ വിടുവിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അവൻ തന്നെ വിടുവിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവങ്ങളെ വിശ്വസിച്ചോളാം എന്ന് പറയുന്ന ഒരു വചനത്തെ തന്നെ മിസ്കോട്ട് ചെയ്യുന്ന ആ ഒരു പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരെയൊക്കെ നമ്മുടെ അവിടെ കാണുന്നുണ്ട്. 44-ാമത്തെ വാക്യത്തിലേക്ക് വരിക, മത്തായി 27-44. അങ്ങനെ തന്നെ അവനോട് കൂടി ക്രൂശിച്ചിരുന്ന കള്ളന്മാരെ അവനെ നിന്ദിച്ചു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതായത് കർത്താവ് നാം വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി കർത്താവ് ഇരുട്ടിൽ സഹിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ഏകദേശം 9-ാം മണി നേരത്ത്, അതായത് ഉച്ച കഴിഞ്ഞ് 3 മണി നേരം ആയപ്പോഴത്തേക്ക് എലി 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 എന്ന് പറഞ്ഞ എന്റെ ദൈവമേ എന്റെ ദൈവമേ ലമ്മ സബസ്താനി, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്കെ നിലവിളിച്ചു. നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അർത്ഥമെന്ന് നമ്മൾ അവിടെ 46-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പിന്നെ 47-ാമത്തെ വാക്യത്തില് അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ എലിയാവിനെ എലി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് എലിയാവിനെ വിളിക്കുവാന്ന് അവർ പറഞ്ഞതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. 48-ാമത്തെ വാക്യത്തിൽ ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് ഒരു പുളിച്ചു വീഞ്ഞ് ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ചു വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിക്കുവാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കുക, ഏലിയാവ് അവനെ രക്ഷിക്കുവാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോഴാ മന്ദിരത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായിട്ട് ചീന്തിപ്പോയതായിട്ട് നമ്മളവിടെ 51-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ കാണുന്നത്. അപ്പൊ കർത്താവിന്റെ നമ്മളിപ്പം യോഹന്നാൻ 19-ന്റെ 31 വരെ കണ്ടതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർഷനാണ് ഇവിടെ മത്തായി 27-ന്റെ 50-ാമത്തെ വാക്യം വരെ നമ്മളിപ്പം കണ്ടു. പിന്നെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോയാലും സിമിലർ ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ അത് ഒന്നുകൂടെ വായിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് പോവാം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് അത് അവിടെ നമ്മള് 20-ാമത്തെ വാക്യം മുതൽ ഈ പോർഷൻ വായിക്കുക. അങ്ങനെ അവനെ, അതായത് മർക്കോസ് 15-ന്റെ 20, അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി അവര് സ്കാളറ്റ് റോബ് ചുവപ്പ് വസ്ത്രം ധരിപ്പിച്ചു എന്നൊക്കെ നമ്മളത് യോഹന്നാൻ 19-ലും കണ്ടായിരുന്നല്ലോ. ആ രക്താംബരം ഒക്കെ നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അപ്പൊ ഈ ഓരോ വസ്ത്രം മാറുമാറിയൊക്കെ ധരിക്കുമ്പോഴും അവർ ഈ വസ്ത്രം പിടിച്ചെടുക്കുമ്പോൾ ആ മുറിവുകളിൽ ഈ വസ്ത്രമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അതെല്ലാം കൂടെ പിടിച്ചെടുക്കുമ്പോൾ അത്രയും കൂടെ മാംസവും രക്തവും എല്ലാം കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തില് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി ആ റൂഫസിനെ കുറിച്ചാണ് നമ്മൾ റോമർ 16-ന്റെ 13-ാമത്തെ വാക്യത്തിൽ റൂഫസിനോടും വന്ദനം പറയുക എന്നൊക്കെ അവിടെ പൗലോസ് പറയുന്നത്. അവിടെ ആ റോമിലുള്ള സഭയില് ഈ റൂഫസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കമ്മിങ് ഫ്രം ദ കൺട്രി, നാട്ടുപ്രദേശത്ത് നിന്ന് വരുന്ന കുറേനക്കാരനായ സൈറീൻകാരനായിട്ടുള്ള സീമോനെ അവന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. അദ്ദേഹത്തിന് സ്വതവേ ഇഷ്ടം ഉണ്ടായിട്ടല്ല, അവരെല്ലാവരും കൂടി നിർബന്ധിച്ചു ചുമപ്പിച്ചു എന്നുള്ളൊരു കാര്യം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കുന്നത്. തലയോടിയുടെ നടത്തുള്ള ഗൊൽഗൊഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. അതാ നമ്മളവിടെ വൈൻ മിക്സ് വിത്ത് മേർ എന്നുള്ള കാര്യം നമ്മളവിടെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവനെ വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് പങ്കുവെച്ചു. 3-ാം മണി നേരമായപ്പോ അവനെ ക്രൂശിച്ചു. അതായത് രാവിലെ 9 മണിയായപ്പോ ക്രൂശിച്ചു. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഏകദേശം എന്ന് പറയുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള സമയം പറയുന്നുണ്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏകദേശം എന്ന് പറയുന്നത് നമ്മളത് കണ്ടായിരുന്നു. 26-ാമത്തെ വാക്യം, യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ 2 കള്ളന്മാരെ, ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി അവനോടുകൂടി ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി. അത് യെശയ്യാവ് 53-ന്റെ 12-ാമത്തെ വാക്യം. യെശയ്യാവ് 53-ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് വേണ്ടി കർത്താവ് പിളർക്കപ്പെട്ടതായിട്ടും നമ്മള് കുത്തപ്പെട്ടതായിട്ടും ഒക്കെ പിയേഴ്സ്ഡ് ആയിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നത്. അതേ അധ്യായത്തിന് 53-ാം യെശയ്യാവ് 53-ന്റെ അവസാനത്തെ വാക്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വാക്യം, അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി. അതിന്റെ നിവൃത്തിയായിട്ടാണ് അധർമ്മികളായിട്ടുള്ള 2
കുറ്റവാളികളുടെ നടുവിലായിട്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ടതായിട്ട് നമ്മളവിടെ ആ ഒരു കാര്യം കാണുന്നത്. കടന്നു പോകുന്നവർ, അപ്പൊ അത് പബ്ലിക് റോഡാ, അപ്പൊ കടന്നു പോകുന്നവർ തലകുലുക്കിക്കൊണ്ട് മന്ദിരം പൊളിച്ച് 3 നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. അത് വലിയൊരു പരിഹാസ വിഷയമായി തീർന്നു. നമ്മള് കഴിഞ്ഞ കോൺഫറൻസിന് വിക്ടറി നമ്മൾ കേട്ടതുപോലെ ആ കർത്താവിനെ നിന്ന ചുമന്നുകൊണ്ടെന്ന് പറയുമ്പോൾ അവിടെ ആ പെന്തക്കോസ്ത് നാളില് ഇത്രയും പല പല ഭാഷക്കാരും ഒക്കെ വരുന്ന സമയത്തും അവരുടെ ഒരു ഹോട്ട് ടോപ്പിക് എന്താന്ന് ചോദിച്ചാൽ വലിയ വലിയ മെസ്സിയാന്ന് പറഞ്ഞു നടന്ന എന്തൊക്കെയോ അത്ഭുതമൊക്കെ പറഞ്ഞ് എന്തോ മാജിക് കാണിച്ച ഒരാള് ക്രൂശിക്കപ്പെട്ടു, ഇപ്പൊ ആരുമില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്, അങ്ങനെയൊക്കെയുള്ള അതൊരു ഒരു നിന്ദയായിട്ട് ഒരു നിന്ദാപാത്രമായിട്ട് കർത്താവായി തീർന്നു. നമ്മള് കർത്താവിന്റെ മാന്യത കൈവരിക്കുവാനായിട്ട് കർത്താവ് നിന്ദാപാത്രമായിട്ടായി തീർന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ കടന്നു പോകുന്നവരൊക്കെ തലകുലുക്കിക്കൊണ്ട് എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ നമ്മൾ വായിച്ചു. 31-ാമത്തെ വാക്യം മർക്കോസ് 15:31. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ച് ഇവൻ മറ്റുള്ളവനെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിക്കുവാൻ വയ്യ, നാം കണ്ട് വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി നേരം വരെ ഇരുട്ട് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു സോളാർ എക്ലിപ്സ് മാതിരി, അതായത് സൂര്യഗ്രഹണം മാതിരി നടന്നിട്ടുണ്ടാവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എല്ലാം ഇരുട്ട് വ്യാപരിച്ചു നട്ടുച്ച നേരത്ത്. 9 മണി നേരത്ത്, അതായത് 3 മണി നേരം, ഉച്ചയ്ക്ക് 3 മണി ആയപ്പോൾ യേശു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമാ സബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികിൽ നിന്നതിൽ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവിനെ വിളിക്കുന്നു. എലീഹു എന്ന് പറയുമ്പോൾ എലോഹിം അപ്പൊ ഏലി അപ്പൊ ഏലിയാവിനെ വിളിക്കുക എന്ന് അവരെ തെറ്റിദ്ധരിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ചു കഴിഞ്ഞ് നിറച്ച് ഒരു ഓടക്കോലിന്മേലാക്കി നിൽക്കുവിൻ, ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിക്കുവാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2 ചിന്തിപ്പോയതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ യെരുശലേം പുത്രിമാരോട് കർത്താവ് പറയുന്ന ചില കാര്യങ്ങളും കൂടെ, ബാക്കി സുവിശേഷങ്ങൾ കാണാത്ത ചില കാര്യങ്ങളും കൂടെ നമ്മൾ ആ ക്രൂശീകരണത്തിന്റെ രംഗത്തിൽ കാണുന്നുണ്ട്. അതിന്റെ ലൂക്കോസ് 23-26 വാക്യം അവിടെ നമ്മൾ ഇതേ കറസ്പോണ്ടിങ് പോർഷൻ വായിക്കുന്ന ലൂക്കോസ് 23-26 അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന, അതായത് കമ്മിങ് ഇൻ ഫ്രം ദ കൺട്രി, ഒരു നാട്ടിൻ പ്രദേശത്തു നിന്ന് വരുന്ന സീമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. അപ്പം ഇവനെ യേശുവിന്റെ പിന്നാലെ ക്രൂശം ചുമന്നുകൊണ്ട് നടന്നു എന്നുള്ളൊരു കാര്യം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാല് എന്റെ പിന്നാലെ ക്രൂശം ചുമന്നുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞത് അക്ഷരികമായിട്ട് കർത്താവിന്റെ പിന്നാലെ ക്രൂശം ചുമന്നുകൊണ്ട് ഇദ്ദേഹം നടന്ന ഒരു കാര്യം. 27-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും. അപ്പം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിച്ച അനേകരും ഉണ്ടായിരുന്നു. അതാ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകളൊക്കെ കർത്താവിനെ പിൻപറ്റിയിരുന്നതായിട്ടൊക്കെ നമ്മൾ മത്തായി 27-ലും അവസാനം അത് വായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കർത്താവ് ഇവിടെ തെക്കൻ പ്രദേശമായിട്ടുള്ള യെരുശലേമിലാണ് ക്രൂശിക്കപ്പെടുന്നത്. വടക്കു നിന്ന് ഗലീലയിൽ നിന്നാണ്, ഗലീലയിലെ ഉള്ള നസ്രയത്തിലെ കർത്താവ് വളർന്നതും കർത്താവിന്റെ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗവും ആ വടക്കൻ ഇസ്രയേലിലായിരുന്നു, ഗലീലിയ പ്രദേശത്തായിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള സഹോദരിമാരൊക്കെയും കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് വന്നിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം വലിയൊരു ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി. യെരുശലേം പുത്രിമാർ, അപ്പം ഗലീലയിലുള്ള പുത്രിമാർ മാത്രമല്ല, യെരുശലേം പുത്രിമാരുടെ കരച്ചിലാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം യെരുശലേമിലുള്ള ആ സ്ത്രീകളോട് കർത്താവ് പറയുക, എന്നെ ചൊല്ലി കരയണ്ട എന്ന് വെച്ചാൽ ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക, നിങ്ങളെ എന്നെ ചൊല്ലി സഹതപിക്കേണ്ട കാര്യമില്ല. കർത്താവിന് ആരുടെ ഒരു സഹതാപവും ഒന്നും വേണ്ട. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ കരയേണ്ട നിങ്ങളെ കുറിച്ചാണ് കരയണ്ടേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വേണം. നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങളുടെ മക്കള് ദൈവത്തെ അറിയാതെ പോകുമ്പം അവരെ കുറിച്ച് നിങ്ങൾ കരയണം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. എസ്പെഷ്യലി അമ്മമാരോടുള്ള ഒരു കൽപ്പനയായിട്ടാണ് നമ്മളത് കാണുന്നത്. മക്കളെ കുറിച്ചുള്ള ഒരു കരച്ചില്. അപ്പന്മാരും തീർച്ചയായിട്ടും കരയണം. അപ്പന്മാര് കരയും മാത്രമല്ല, അവരോട് ദൈവവചനം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ നല്ല അടിയും കൊടുക്കണമെന്ന്. എന്ന് വെച്ചാല് എഫേസ്യർ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പന്മാര് കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കരുത്, അവര് ശിക്ഷണത്തിൽ വളർത്തണമെന്ന് പിതാക്കന്മാരോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യർ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് ഫാദേഴ്സ്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ വിതൗട്ട് പ്രൊവോക്കിംഗ് ദം ടു ആങ്കർ, അതായത്
യുനോ ഒരു ന്യായമില്ലാത്ത കാര്യത്തിലൊക്കെ അവരെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിള്ളേരെ കൊഴിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും അതാ ഡിസിപ്ലിൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ബാലശിക്ഷ അത് അപ്പന്മാരോടുള്ള കൽപ്പനയാണ്. അപ്പന്മാരത് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ അമ്മമാർക്ക് അത് ചെയ്യേണ്ടി വരത്തുള്ളൂ. കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിനും പൂറ്റി വളർത്തുവാൻ പ്രാഥമികമായിട്ടും പിതാക്കന്മാരോട് അവിടെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ എഫേസ്യർ 6:4 വായിക്കുന്നത്. ഇപ്പം പിതാക്കന്മാർക്കാണ് വലിയൊരു റെസ്പോൺസിബിലിറ്റി. എന്നാൽ അമ്മമാർക്ക് പ്രാർത്ഥനയിൽ കരയുവാൻ ഉള്ള ഒരു വലിയൊരു കാര്യമാണ് നമ്മളിവിടെ കർത്താവിന്റെ കൽപ്പന ഇവിടെ നമ്മൾ വായിക്കുന്ന കരയുവിൻ, വീപ്, ബട്ട് വീപ് ഫോർ യുവർ സെൽസ് ആൻഡ് ഫോർ യുവർ ചിൽഡ്രൻ. നമ്മളുടെ ജീവിതത്തെ കുറിച്ച് കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മത്തായി 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ, ഈ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ, നമ്മളുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ, നമ്മളുടെ കൊച്ചുമക്കളുടെ, നമ്മളുടെ കുടുംബത്തിന്റെ ഒക്കെ കുറവുകളെ കുറിച്ച് ഓർത്ത് നമ്മുടെ അപ്പനായാലും അമ്മയായാലും നമുക്കൊരു കണ്ണുനീരും ഒരു ഭാരവും വേണം. നമ്മളുടെ മക്കള്, നമ്മളുടെ കുടുംബത്തിലുള്ളവരൊക്കെ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ഭാരം, അവരെങ്ങനെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ രക്ഷിക്കപ്പെടും, പെട്ടിരിക്കാം എന്ന് പറഞ്ഞ് ഉള്ളൊരു ഇതല്ല, മറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണം, അവര് അങ്ങനെ നശിച്ചു പോകാനായി ഇടയാവരുത്, കർത്താവെ എങ്ങനെങ്കിലും വീണ്ടെടുക്കണേ എന്നുള്ളൊരു കരച്ചില് നമ്മളുടെ ജീവിതത്തിൽ വേണം. അതാ കർത്താവ് പറയുന്നത്, സ്റ്റോപ്പ് വീപ്പിംഗ് ഫോർ മീ. ലൂക്കോസ് 23:28 വാക്യത്തില്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ, മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. എന്ന് വെച്ചാൽ അത്രമാത്രം പ്രയാസമുള്ള, അതായത് കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്ക് വലിയ പ്രയാസമുള്ള ഒരു സമയമായിരിക്കും ഈ റോമൻ പട്ടാളം വന്ന് യെരുസലേമിനെ നശിപ്പിക്കുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക. ഈ യെരുസലേം പുത്രന്മാർക്ക്, അങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വലിയ പ്രയാസമുള്ള സമയമായിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് അയ്യോ ഈ കുഞ്ഞുങ്ങൾ ഇത്രയും പൊടിക്കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഭാഗ്യമായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് ഇന്നും കർത്താവ് ക്രൂശിൻ ചുമന്നുകൊണ്ട് പോകുമ്പോൾ കുറേനക്കറായ സീമോൻ കർത്താവിന്റെ പിന്നാലെ ക്രൂശി ചുമന്ന് വരുന്നു. കർത്താവ് ക്രൂശിക്കപ്പെടാനായിട്ട് പോവുമെങ്കിലും കർത്താവ് അവിടെ കർക്കശത്തോടെ ചില കാര്യങ്ങൾ, ചില മുന്നറിയിപ്പുകൾ അവരോട് പറയേണ്ട കാര്യങ്ങൾ കർത്താവ് പറയാൻ മടിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അത്രയും ക്ഷീണിച്ച് ക്രൂശി ചുമക്കാൻ പോലുള്ള ശക്തിയില്ല എന്ന കർത്താവ് വളരെ ധൈര്യത്തോടെ അവരോട് കർക്കശത്തോടെ പറയും, അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. എന്നുവെച്ചാൽ അത്രമാത്രമുള്ള മലകളും കുന്നുകളും വന്ന് മൂടി ഇതിനെക്കാട്ട് ഭേദമായിരുന്നു. അത്രമാത്രമുള്ള ഉപദ്രവവും കാര്യങ്ങളും ഒക്കെ വരുന്നു. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും? കർത്താവിനോട് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ളവരോട് എന്തായിരിക്കും എന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്. ദുഷ്പ്രവൃത്തിക്കാരെ വേറെ രണ്ടുപേരെ അവനോടുകൂടി കൊല്ലേണ്ടതിന് കൊണ്ടുപോയി തലയോടിയുടെ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെയാണ് ലൂക്കോസ് 23:33 കാൽവരി എന്നുള്ള വാക്ക് KJV ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള തലയോടിടം എന്ന സ്ഥലത്ത്, ആ സ്ഥലമാണ് കാൽവരി അല്ലെങ്കിൽ ഗോൽഗോത്ത എന്ന് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി ക്രൂശിച്ചു. കർത്താവിനെ മധ്യത്തിലായിട്ട് ക്രൂശിച്ചു. കർത്താവിന്റെ രണ്ടു വശത്തും ഒരിടത്ത് ഒരു പ്രത്യാശയുണ്ട്. ഒരാള് രക്ഷിക്കപ്പെടുന്നു, ഒരാള് നരകത്തിലേക്ക് ആ സമയത്തും പോകുന്നു. അവിടെ ഒരു മുന്നറിയിപ്പുണ്ട്, പ്രത്യാശയുണ്ട്. കർത്താവിന്റെ രണ്ട് സ്ഥലത്തും അപ്പുറവും ഇപ്പുറവും ക്രൂശിന്റെ രണ്ട് വശങ്ങളിലുള്ള ഒരു മുന്നറിയിപ്പും പ്രത്യാശയും നമ്മളവിടെ കാണുന്നു. എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്ന കർത്താവിന്റെ ആ ക്രൂശിലെ ഒരു ഒന്നാമത്തെ ക്രൂശിക്കപ്പെട്ടതിന് ശേഷമുള്ള ഒന്നാമത്തെ മൊഴിയായിട്ട് നമുക്ക് കരുതുന്ന ഒരു കാര്യമായി 34-ാമത്തെ വാക്യം. എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചില്ല, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവനെ പുളിച്ചു വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. 38-ാമത്തെ വാക്യം ലൂക്കോസ് 23:38. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഒരു മേലെഴുത്തും അവന്റെ മേൽ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തികളെ ഉരുത്ത്. അപ്പോഴത്തേക്ക് രണ്ടുപേരും ദുഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമ്മള് ബാക്കി സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നുണ്ടെന്ന്. ഒരുത്തൻ പറയുക, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് ഒരുത്തൻ പിന്നെ ദുഷിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ മറ്റവന് പെട്ടെന്ന് യേശുവിന്റെ ഈ ക്ഷമയും കർത്താവിന്റെ ആ ഒരു സമാധാനവും ഒക്കെ കണ്ട് അവനൊരു കൺവിക്ഷൻ ഉണ്ടായി, അവനൊരു പാപബോധം ഉണ്ടായി. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പം അത് മറ്റുള്ളവർക്ക് ഒരു സുവിശേഷത്തിന്റെ അഗ്നിയായിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. ക്രൂശില് കർത്താവ് അത്രയും വേദന സഹിക്കുമ്പോൾ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നത് കണ്ട് മറ്റുള്ളവർക്ക് അതൊരു, സ്തെഫാനോസ് ക്ഷമിക്കുന്നത് കണ്ട് ശൗല് പൗലോസായി തീർന്നതുപോലെ ഈവൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്ലാഡിസ്റ്റൈൻസിന്റെ ആ ഒരു ക്ഷമിക്കുന്ന ആ ഒരു കാര്യം വാർത്തകളിൽ അന്ന് വായിച്ചത്, അന്ന് ഹിന്ദുവായിരുന്ന എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യം,
എന്നാൽ പിന്നീട് മാസങ്ങൾക്ക് ശേഷം പല പല കാര്യങ്ങൾ പല പല മുഖാന്തരങ്ങളിലൂടെ കർത്താവിനെ രക്ഷിച്ചെടുത്തത്. അപ്പം പലരുടെയും രക്ഷയിലേക്ക് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ അത് ക്ഷമ മറ്റുള്ളവർക്ക് അതൊരു വെളിച്ചമായിരിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് വെച്ചാൽ ലോകക്കാർ ചെയ്യാത്തൊരു കാര്യം അത്. അപ്പൊ അത് ആ വെളിച്ചം മറ്റനേകർക്ക് ആ വെളിച്ചത്തിലേക്ക് വരാൻ, സത്യ വെളിച്ചത്തെ സ്നേഹിക്കുന്നവർക്ക് ആ വെളിച്ചത്തിലേക്ക് വരാനൊരു ഒരു ഒരു ചെറിയ ഒരു കൈവിളക്കായി തീരുന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. അപ്പം കർത്താവിന്റെ ആ ക്ഷമിക്കുന്ന ആ ഭാവമൊക്കെ കണ്ടിട്ട് ഒരുത്തം പറഞ്ഞു, മറ്റൊരു എന്താ പറഞ്ഞേ, എന്താ നമ്മള് ലൂക്കോസ് 23 40 വാക്യത്തിൽ മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്ത് കൊള്ളണമേ എന്ന് പറഞ്ഞപ്പം യേശു ക്രൂസിലെ അടുത്ത മൊഴി പറയുക, ഇന്ന് നീ എന്നോടുകൂടി പരദേശയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. അതായത് 12 മുതൽ 3 മണി വരെ 9 മണി നേരം വരെ ദേശത്തൊക്കെ അന്ധകാരം ഉണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. അത് സങ്കീർത്തനം 31 5 വാക്യമാണെന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഞാൻ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരിക. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വാക്യങ്ങൾ ചിന്തിച്ചില്ല. ഞാൻ മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ നിന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രാഥമികമായിട്ട് കണ്ടത്. കർത്താവിന്റെ ക്രൂശിലെ 7 മൊഴികളൊക്കെ നമ്മൾ കണ്ടു. കർത്താവ് ഒരു പാപയാഗമായിട്ട് തീരാനായിട്ട് കർത്താവ് അവസാനത്തുള്ള രക്തവും എനിക്കായിട്ട് ചിന്തിയതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാം കർത്താവ് എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കി നമുക്ക് നമ്മളെ കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും ഓർത്തുമൊക്കെ കരയുവാൻ തക്കവണ്ണം കർത്താവ് അവര് വേണ്ട വിധം നമ്മളുടെ മക്കളെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ മക്കളെ കുറിച്ചും ഭൗതിക മക്കളെ കുറിച്ചും എല്ലാം ഓർത്തൊരു കരച്ചില്. പൗലോസിന് അങ്ങനെ ഒരു കരച്ചിലുണ്ടായിരുന്നു. പൗലോസ് കൊരിന്തിലെ വിശ്വാസികളെ കുറിച്ച് കരയുന്ന ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. 2 കൊരിന്ത്യർ 12 21 വാക്യത്തില് എന്താ പൗലോസ് പറയുന്നത്? 2 കൊരിന്ത്യർ 12 20-21 വാക്യങ്ങളില് പൗലോസ് അവിടെ കൊരിന്തിലെ വിശ്വാസികൾ തന്നെ ആത്മീയ മക്കള് വേണ്ടവണ്ണം അവര് ആത്മീയമായിട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോ ദൈവം എന്നെ താഴ്ത്തി എന്നെ ഖേദിക്കുവാൻ സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ അവിടെ 2 കൊരിന്ത്യർ 12 അവസാനത്തെ 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും നമ്മളുടെ ഇടയിൽ അങ്ങനെ പിണക്കവും ഈർഷ്യവും ക്രോധവും ശാഠ്യവും ഏഷണിയും കുശുകുശുപ്പും നിഗളവും കലഹവും ഒക്കെ കാണുമ്പോൾ ഒരു ആത്മീയ പിതാവ് എന്ന നിലയിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ വീണ്ടും വരുമ്പോ എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ കർത്താവ് ഞാനൊരു നല്ല ആത്മീയ പിതാവല്ലല്ലോ എന്നോർത്ത് ഞാൻ അവിടെ മുമ്പാകെ താഴേണ്ട വരും. താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെ കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി തന്റെ ആത്മീയ മക്കള് അവിടെ മാനസാന്തരപ്പെടാതിരിക്കുമ്പോൾ പൗലോസ് പറയും, ഞാൻ ഖേദിക്കുവാനും സംഗതി വരുമോ? that I may mourn over, ഇംഗ്ലീഷിൽ that I may mourn over many, ഞാൻ അവരെ കുറിച്ച് ഖേദിക്കുവാൻ, അവരെ കുറിച്ച് വിലപിക്കുവാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ മക്കളെ കുറിച്ച് നമ്മുടെ മക്കള് വേണ്ടവണ്ണം കർത്താവില് വളരുന്നില്ലെങ്കിൽ നമ്മളുടെ ആത്മീയ മക്കൾ നമ്മളുടെ ആത്മീയ സഹോദരങ്ങളും നമ്മുടെ കൂട്ടു സഹോദരങ്ങളും അതുപോലെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു താല്പര്യത്തിലേക്ക് വളർച്ചയിലേക്ക് വരുന്നില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അതുപോലെ ഒരു നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കളെ കുറിച്ച് കരയുക എന്നുള്ള ഒരു കർത്താവിന്റെ ഒരു കൽപ്പന നമ്മൾ വായിച്ചു. പിന്നെ കർത്താവ് ആ ഒരു ക്രൂശിക്കപ്പെടുന്ന സമയത്തും അത്രയും വേദനയുടെ സമയത്തും ഒക്കെ അങ്ങനെയുള്ള സമയത്ത് പോലും ആ കാടി വെള്ളം പുളിച്ച് വീഞ്ഞു കുടിക്കാനൊക്കെ കർത്താവ് വിസമ്മതിച്ച് അത്രമാത്രം പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഓരോ കാര്യത്തിനും ഭരമേൽപ്പിച്ച ആ ഒരു കർത്താവിനെ നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഒരു കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക്. കർത്താവ് എത്രമാത്രം ആഴത്തിൽ എന്നെ സ്നേഹിച്ചു, തന്റെ രക്തം മുഴുവനായിട്ട് എനിക്ക് ചിന്തിയല്ലോ, പാപയാഗമായി തീർന്നല്ലോ. അവിടുത്തെ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാനും കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ടും ജീവിപ്പാൻ ഞാൻ എനിക്കായിട്ടല്ല, എന്റെ ഇഷ്ടങ്ങൾക്കായിട്ടല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ജീവിപ്പാൻ തകണം. ഇല്ല, പാപത്തെയും ജയിച്ച് കർത്താവെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കാനായിട്ട് എന്നെ സഹായിക്കണമെന്നൊരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടുള്ള യേശുവിന്റെ ഒരു സമർപ്പണം പരിശുദ്ധാത്മാവിന്റെ
പ്രേരണയില്ലാതെ, പിതാവിൽ നിന്നുള്ള ഒരു പരിശുദ്ധാത്മാവിന് പ്രേരണയില്ലാതെ, താൻ ഒന്നും ചെയ്യാതെ അനുസരണം പഠിച്ച് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്ന ആ യേശുവിനെ പോലെ ആകുവാൻ കർത്താവെ എന്നെ സഹായിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മൾ പാടുമ്പോൾ, കർത്താവ് യേശു എന്നതിനെ എനിക്ക് നോക്കി ജീവിക്കണം, അവിടുത്തെ കഷ്ടത്തിന് എനിക്കൊരു പ്രതിഫലമായി മാറണം, അതിനായിട്ട് എന്നെ ഉറപ്പിക്കണം, ശുദ്ധാത്മാവിനെ നിറയ്ക്കണം, ക്രിസ്ത്യൻ മഹത്വത്താലെ മുറ്റി ഞാൻ നിറഞ്ഞ് ശോഭിക്കുവാൻ തക്കവണ്ണം എന്നെ അവിടെ നിറയ്ക്കണമേ. ശൈശവപ്രായ വീഴ്ചകള്, മോശയായ ന്യായപ്രമാണത്താലൊക്കെ ഉള്ള താഴ്ചകളും കാര്യങ്ങളും ഒക്കെ അതെല്ലാം നീക്കി കർത്താവെ അവിടുത്തെ സമ്പൂർണ്ണതയേകണം. നമുക്ക് ഒരു വരികൾ നമുക്കറിയാവുന്ന വരികൾ നമുക്കത് അർത്ഥമാക്കിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. നമ്മൾ ഇത്രയധികം സ്നേഹിക്കാൻ തക്കവണ്ണം നാം എന്തുള്ളൂ, നമ്മളുടെ അവിശ്വസ്തതയും നമ്മളുടെ എല്ലാ പരാതിയും വെറുപ്പും നമ്മളുടെ എല്ലാ കയ്പും നമ്മളുടെ എല്ലാ അശുദ്ധിയും എല്ലാം കണ്ടിട്ടും നമ്മെ സ്നേഹിക്കാൻ തക്കവണ്ണം പാപത്തിൽ കുറിച്ചവരായിരിക്കും നമ്മുടെ കർത്താവ് ഇത്രയധികം സ്നേഹിക്കാൻ തക്കവണ്ണം എന്തുള്ളൂ. ആ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പാകെ നമ്മൾ തന്നെ ആ പാപയാഗത്തിന് മുമ്പാകെ ജീവനുടെ യാഗമായിട്ട്, ഒരു ഹനനയാഗമായിട്ട്, ഒരു ഹോമയാഗമായിട്ട്, ഒരു ബേൺഡ് ഓഫറിംഗായിട്ട് നമുക്കിനെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ സ്നേഹിച്ചു നമുക്കായിട്ട് ജീവൻ തന്നു. ആ അവസാനത്തിലൂടെ രക്തവും ആ രക്തത്തിലുള്ള പ്രാണനെല്ലാം എനിക്കായിട്ട് തന്നിട്ട് കർത്താവ്. ആ കർത്താവിന് മുമ്പാകെ നമുക്ക് നമ്മതിനെ താഴ്ത്തി ഏൽപ്പിക്കാൻ പിതാവേ കർത്താവെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ ആ സ്നേഹത്തെ കാണുവാനും കർത്താവെ ഞങ്ങളെ കുറിച്ച് ഓർത്ത്, ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഓർത്ത് കരയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആരുടെയും സഹതാപം വേണ്ടല്ലോ. അവിടുന്ന് പിതാവിന്റെ ഇഷ്ടം പരിപൂർണമായിട്ടും ചെയ്തു. അവിടുന്ന് ആ ദൈവകൃപയാല് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് അവിടുന്ന് തന്റെ മരണവും വീക്ഷിച്ചതായിട്ട് ഞങ്ങള് കർത്താവെ അവിടുത്തെ വചനത്തിൽ വായിക്കുന്നു. അവിടുന്ന് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിന് പ്രേരണയില്ലാതെ ഒന്നും ചെയ്യാത്തൊരു പുത്രൻ കർത്താവെ അവിടുന്ന് ആചരണത്തിൽ അനുസരണം പഠിച്ചു തിരിഞ്ഞവനായി തീർന്നു. കർത്താവെ പിതാവിനെ കൈവിടപ്പെട്ടവനായിട്ട് എന്റെ ദൈവമേ എന്ന് മാത്രം വിളിക്കുവാന് ഉള്ള ആ ഒരു കർത്താവെ ആ ഒരു അവസ്ഥയിലേക്ക് അവിടുന്ന് താണുവാൻ കർത്താവെ ആ പ്രപഞ്ചത്തിനായ അതിന്റെ മുമ്പാകെ ഒരു കുറ്റവാളി എന്ന വണ്ണം പാപമായി തീർന്നവൻ കർത്താവെ അവിടുന്ന് പിതാവ് മുഖം മറച്ചപ്പോ ഇങ്ങനെ കൈവിട്ടത് എന്തെന്ന് കർത്താവെ ചോദിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടെ എല്ലാം കർത്താവെ ആ വചനം എല്ലാം നിവൃത്തിയാകത്തക്കവണ്ണം സമ്പൂർണ്ണമായിട്ട് തന്നെ അതിനെ ചൂണ്ടിട്ട കർത്താവ്. നന്ദി കർത്താവെ, നന്ദി. അവിടുത്തെ ആ കാൽപ്പാടുകളെക്കാളും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എത്ര കുറവുള്ളവരാണ്, എത്ര കർത്താവെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ തന്നെ കർത്താവ് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ജീവിച്ചു പോകുവാൻ എത്ര കർത്തരുള്ളവരാണ്. ഒരു സമയത്ത് കർത്താവെ അവിടുത്തെ ആ പ്രേരണയ്ക്ക് കീഴടങ്ങുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ മാത്രം ഓരോ കാര്യങ്ങളും ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സ്വാഭാവികമായ ഇഷ്ടത്തിന് കർത്താവെ മരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കുറിച്ചെടുത്തുകൊണ്ട് അങ്ങനെ അനുകരിക്കുക സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടത്തേക്ക് ഒരു പരിപൂർണ്ണ പ്രതിഫലം അർഹപ്പെട്ട കുഞ്ഞാടുകൾ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടുവാൻ ഇടയാകണേന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയയില് അവിടുത്തെ മുമ്പാകെ ഒരു ദിവസം കണക്കൊടുക്കാൻ നിൽക്കുമ്പോൾ കർത്താവ് തന്നെ രചിച്ചു പോകാൻ ഇടയാകണേന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കിടന്ന് സ്തുതിക്കുന്നവരുടെ ആത്മാവിനാല് ഞങ്ങൾ നിറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ, നന്ദി.